പബ്ലിക് പരീക്ഷയിൽ എഡിറ്റിംഗ് അഥവാ എഡിറ്റ് ദ പാസേജ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. മിക്ക കുട്ടികളുടെ പേടി സ്വപ്നമായിരിക്കും ഈ എഡിറ്റ് ദ പാസേജ് അല്ലെ. ഇങ്ങനെ അണ്ടർലൈൻ ഒക്കെ ചെയ്ത് വരും മിസ്റ്റേക്സ്, ആ എറേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തിരുത്തി കറക്റ്റ് ആയിട്ടുള്ള ഇത് വെച്ച് റിപ്ലേസ് ചെയ്യണം. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിക്ക കുട്ടികൾക്ക് ഇത് കൃത്യമായിട്ട് ചെയ്യാൻ അറിയണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പരീക്ഷയിൽ കുറേ പേർക്ക് 90% ആൾക്കാർക്കും റൈറ്റിംഗ് സെക്ഷനിൽ ഡിസ്കോഴ്സിലൊക്കെ നല്ല മാർക്ക് കിട്ടും. ഡയറി എൻട്രി, റൈറ്റപ്പ്, നാരേറ്റീവ് ഒക്കെ അവസാനം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ്. നിങ്ങൾ എത്ര പൊട്ടായിട്ട് എഴുതിയാലും നിങ്ങൾക്ക് നല്ല മാർക്കേ കിട്ടാൻ പോകുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സാധനം, ഈ എഡിറ്റിംഗ് നിങ്ങൾ തെറ്റിച്ചാൽ അത് തെറ്റിച്ചതായിരിക്കും. അതിൽ മാർക്ക് കിട്ടാൻ, അതായത് തെറ്റിച്ചാൽ മാർക്ക് കിട്ടാനുള്ള ഒരു വഴിയുമില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും കൃത്യമായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യാം, ഈ എഡിറ്റ് പാസേജ് എഡിറ്റിംഗ് ഫുൾ മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. എത്രത്തോളം കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞുതരാൻ പറ്റുമോ അത്രത്തോളം കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അത് ഗ്യാരണ്ടീഡ് ആണ്. ഒരു സംശയമില്ല, ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഡിറ്റിംഗ് ഫുൾ മാർക്ക് കിട്ടുള്ളൂ, അതിലൊരു സംശയമില്ല. ഇനി ഈ വീഡിയോ കാണുന്ന രണ്ട് കൂട്ടരുണ്ടാവും. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ അത്യാവശ്യം നന്നായി ഗ്രാമറൊക്കെ പഠിച്ച് അത്യാവശ്യം ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, പിന്നെ ഇംഗ്ലീഷൊക്കെ നിങ്ങൾ അത്യാവശ്യം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സീരീസ് ഒക്കെ കണ്ട് നിങ്ങൾ ആ സ്ട്രോങ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഉള്ളവർ ഇത് കാണുന്നുണ്ടാവും. അങ്ങനെ കാണുന്നവർ നിങ്ങൾ ഇതിന്റെ ഞാൻ കുറെ തിയറി ഇപ്പൊ പറയും. തിയറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഗ്രാമറിന്റെ തിയറി പറയാൻ വേണ്ടിയിട്ടല്ല, ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിയറി ഞാൻ പറയും. നിങ്ങൾ വേണേ അത് കേൾക്കണം എന്നില്ല, നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ടൈം ലൈനിൽ ഒരു സെക്ഷൻ കാണാം, അതിൽ പോകാൻ, എന്നിട്ട് അതിൽ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കാം. നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മതി, നിങ്ങൾ തിയറി ഒന്നും കേട്ട് സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നേരെ പോയി പരീക്ഷ എഴുതിക്കോ. ഇനി അത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ ഈ പറഞ്ഞ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നില്ല, മാത്രമല്ല നിങ്ങളുടെ ഗ്രാമർ ഒന്നും അത്രയും സ്ട്രോങ് ഒന്നുമില്ല, നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല, ഈ വാക്ക് ഈ ഗ്രാമറിന്റെ ഈ പേരുകൾ അറിയുന്നല്ല എന്ന് വെച്ചാൽ ബേസിക് ഗ്രാമർ ഒന്നും അത്രയും സ്ട്രോങ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആദ്യം മുതൽ കാണാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആവശ്യമില്ലാത്ത അനാവശ്യമായ തിയറി ഒന്നും പറയാണ്ട് ഞാൻ എന്ത് ചെയ്തുതരാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള പരീക്ഷയ്ക്ക് ആവശ്യമുള്ള തിയറി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, കുറേ പറയാനുണ്ടാവും ഗ്രാമറിനെ പറ്റി, പക്ഷെ അതൊന്നും പരീക്ഷയ്ക്ക് ആവശ്യമില്ല. കഴിഞ്ഞ വർഷങ്ങളായ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും മോഡൽ പരീക്ഷകളിലും ചോദിച്ചു വരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിന് ഉള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ആവശ്യമായ ഗ്രാമർ ഞാൻ ഏറ്റവും ലളിതമായ രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കും. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി നന്നായിട്ട് അറിയുന്നവർ നേരെ പോയി പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യുക, നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ നോക്കുക. അല്ലാത്തവർ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 4 കാര്യങ്ങളെ നമുക്ക് ഗ്രാമർ നിന്ന് മനസ്സിലാക്കാനുള്ളൂ എഡിറ്റ് പാസേജ് ചെയ്യാൻ വേണ്ടി. മെയിൻ ആയിട്ട് 4 കാര്യങ്ങൾ. ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിനിടെ പഠിക്കാം. ഇനി ഈ പേരൊന്നും കേട്ട് പേടിക്കണ്ട. പ്രിപ്പോസിഷൻസ്, റിലേറ്റീവ് ക്ലോസ്, ജമ്മു, ഇതൊക്കെ ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവും. ഇത് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഞാൻ അനാവശ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വെറുതെ പ്രിപ്പോസിഷൻ എന്താണ് അതിനെപ്പറ്റി കുറെ തിയറി ഒന്നും പറയാൻ പോകുന്നില്ല. നമ്മൾ മാക്സിമം ചോദ്യങ്ങൾ ചെയ്യും, ആ ചോദ്യങ്ങളിലൂടെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങളായിരിക്കും നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓരോന്നായിട്ട് സെക്ഷൻ തിരിച്ച് ടൈം ലൈനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമായിട്ട് വേണേൽ കാണാം, അല്ലെങ്കിൽ ഫുള്ള് കാണാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. പ്രപ്പോസിഷൻ എന്താണ്? പ്രപ്പോസിഷൻ ഇവിടെ തിയറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല, അത് പഠിച്ചിട്ട് കാര്യമില്ല. നമുക്കിപ്പോൾ ഇൻ, ഓൺ, അറ്റ്, ടു അങ്ങനത്തെ കുറെ കുഞ്ഞു വാക്കുകൾ, അവരെയാണ് നമ്മൾ പ്രപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ പ്രപ്പോസിഷൻ എന്താണെന്ന് ഡിഫിനിഷൻ പഠിച്ചിട്ട് കാര്യമില്ല, അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കേണ്ടതുകൊണ്ട് നമുക്ക് അതിന്റെ കുറെ ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഈ ചോദ്യങ്ങൾ ചെയ്ത് ഇപ്പോൾ 1, 2, 3 ഏതാണ്ട് 20ഓളം ചോദ്യങ്ങൾ എൻ്റെ അടുത്തുണ്ട്. ആ 20ഓളം ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രപ്പോസിഷനിൽ നിങ്ങൾ അത്യാവശ്യം നല്ല ഒരു പ്രൊഫിഷ്യൻസി കിട്ടും. ഓക്കെ, അപ്പോൾ ഓരോരോ ക്വസ്റ്റനായി സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കുന്നതിന് മുൻപ് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതായിട്ട് മാച്ച് ആവുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുക. തെറ്റാണ് നിങ്ങൾ ആലോചിച്ച് തെറ്റാണെങ്കിൽ നിങ്ങളെ കറക്റ്റ് ഉത്തരം പഠിക്കുക. എന്നാൽ എഡിറ്റ് പാസേജിലൊക്കെ അത് വരും, അതുകൊണ്ടാണ് കേട്ടോ. ദിസ് ഷോപ്പ് ഡസൻ ഹാവ് ദ ടോയ്സ് ഐ വാസ് ലുക്കിംഗ്. ഈ ഷോപ്പിൽ ഞാൻ ഉദ്ദേശിച്ച ടോയ്സ് ഇല്ല, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ദിസ് ഷോപ്പ് ഡസൻ ഹാവ് ദ ടോയ്സ് ഐ വാസ് ലുക്കിംഗ് അപ്പ് ആണോ ലുക്കിംഗ് ഫോർ ഐ വാസ് ലുക്കിംഗ് ഫോർ. ഓക്കെ, അപ്പൊ അതാണ് വരിക. ഓക്കെ, അതൊന്നും ഓർത്ത് വെക്കാം. ഇതിനൊന്നും തിയറി ഇല്ല. അതിന് സാർ ഇതിനെന്താ തിയറി, എന്താണ് ഇതിന്റെ ഒന്നുമില്ല, തിയറി ഒന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഈ എക്സ്പ്രഷൻസ് മനസ്സിലാക്കുക. അപ്പൊ ലുക്കിംഗ് ഫോർ, ഐ വാസ് ലുക്കിംഗ് ഫോർ മൈ മദർ അറ്റ് ദ പ്ലേ ഗ്രൗണ്ട്. ഐ വാസ് ലുക്കിംഗ് അപ്പ് മൈ മദർ എന്നല്ല പറയാ, ഐ വാസ് ലുക്കിംഗ് ഫോർ മൈ മദർ, ഞാൻ എൻ്റെ അമ്മയെ തേടുമായിരുന്നു. ഓക്കെ, അപ്പൊ ആ ലുക്കിംഗ് ഫോർ എന്ന് പറഞ്ഞാൽ. ദ ടീച്ചർ ഡിവൈഡഡ് ദ സ്വീറ്റ്സ് ഡാഷ് ഓൾ ദ ചിൽഡ്രൻ. ബിറ്റ്വീൻ ആണോ എമോങ് ആണോ? എമോങ് ഓൾ ദ ചിൽഡ്രൻ ആണോ ബിറ്റ്വീൻ ഓൾ ദ ചിൽഡ്രൻ ആണോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ രണ്ടും ഉപയോഗിക്കാം. പക്ഷെ ശരിക്കും ഈ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ പൊതുവെ രണ്ട് പേര് തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ബിറ്റ്വീൻ ദം എന്ന് പറയും. ഓക്കെ, ഇപ്പം രഘു ഉണ്ട്, ശുചിത്രയുണ്ട്. ശുചിത്രേന്റെ രഘുവിന്റെ ഇടയിൽ നമ്മൾ ബിറ്റ്വീൻ, ഐ ഡിവൈഡ് ദ സ്വീറ്റ്സ് ബിറ്റ്വീൻ ദം എന്ന് പറയും. പക്ഷെ കൂടുതൽ ആൾക്കാരാണെങ്കിൽ, 2ൽ കൂടുതൽ, 2, 3 അതിൽ കൂടുതൽ ആൾക്കാരാണെങ്കിൽ നമ്മൾ പൊതുവെ എമംഗ് എന്നാണ് പറയാം. സോ ഇവിടെ എന്ത് വരണം? അമംഗ് എന്ന് വരണം. ഓക്കെ, ഈ അമംഗിന്റെയും ബിറ്റ്വീന്റെയും കുറച്ച് തിയറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ വായിച്ചു നോക്കുക. ഇതൊന്നും പരീക്ഷയിൽ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, നിങ്ങൾക്ക് എക്സ്ട്രാ അറിയണമെങ്കിൽ ഇത് വായിച്ചു നോക്കുക. ബൈ ദ വേ, ഈ കംപ്ലീറ്റ് ക്ലാസിന്റെ ഈ എഴുതുന്ന നോട്ട്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ
PDF ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, എപ്പോഴും സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മൾട്ടിപ്പിൾ ആൾക്കാർ വന്നാണ് നമ്മൾ പൊതുവെ among എന്നാണ് ഉപയോഗിക്കുക. 2 പേരൊക്കെയാണ് നമ്മൾ between ഉപയോഗിക്കുക. അതാണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ. ബ്രൂസ് ഡിഡ് നോട്ട് ഫെയർ വെൽ ഇൻ ഹിസ് എക്സാമിനേഷൻ ആണോ അറ്റ് ഹിസ് എക്സാമിനേഷൻ ആണോ? എക്സാമിനേഷനിൽ നന്നായിട്ട് ഫെയർ വെൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചെയ്തില്ല, ഓക്കെ, നന്നായിട്ട് പെർഫോം ചെയ്തില്ല. അപ്പം ഇൻ ഹിസ് എക്സാമിനേഷൻ അറ്റ് ഹിസ് എക്സാമിനേഷൻ, ഇറ്റ് ഇസ് ഓൾവേസ് ഇൻ ഹിസ് എക്സാമിനേഷൻ. എക്സാമിനേഷനിൽ എന്ന് പറയുമ്പോൾ ഇൻ ഹിസ് എക്സാമിനേഷൻ ആണ്. അറ്റ് എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ സ്ഥലത്തിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ ഐ ലിവ് അറ്റ് മൈ, അല്ലെ ഐ സ്റ്റേ അറ്റ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, അറ്റ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, ഒരു സ്ഥലത്ത് പറ്റിയിട്ട്. ഓക്കെ, അല്ലാണ്ട് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലമല്ല. എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ പരീക്ഷയാണ്. എക്സാമിനേഷൻ സെന്റർ ഒരു സ്ഥലമായിരിക്കും. എക്സാമിനേഷൻ ഒരു പ്രോസസ്സാണ്. ഓക്കെ, അല്ലാണ്ട് ഒരു സ്ഥലമല്ല. അപ്പം നമ്മൾ അറ്റ് പൊതുവെ ഉപയോഗിക്കുക എന്താണ്? ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഐ സ്റ്റേ അറ്റ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, അല്ലെങ്കിൽ ദിസ് ബസ് സ്റ്റോപ്സ് അറ്റ് കോഴിക്കോട്. ഓക്കെ, എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറ്റ് എന്ന് ഉപയോഗിക്കുക. പക്ഷേ ഇൻ ഇസ് എക്സാമിനേഷൻ, എക്സാമിനേഷനിൽ, പരീക്ഷയിൽ. ഓക്കെ, സ്ഥലമല്ല, പരീക്ഷാ സെന്ററിനെ പറ്റിയല്ല പറയുന്നത്, പരീക്ഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഇൻ ഇസ് എക്സാമിനേഷൻ. ഓക്കെ, ഇവിടെ ഓൺ വരുമോ സാർ? ഫെയർവെൽ ഓൺ ഇസ് എക്സാമിനേഷൻ ഒരിക്കലും വരില്ല. കാരണം ആലോചിച്ച് നോക്കുക, എക്സാമിനേഷന്റെ മണ്ടയിൽ ഓൺ എന്ന് പറഞ്ഞാൽ ഓൺ ടോപ്പ് ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഓൺ ഇസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സെൻസ് ഉണ്ടാകുന്നില്ല. കാരണം എക്സാമിനേഷന്റെ മണ്ടയിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓൺ. ഇൻ ഇസ് എക്സാമിനേഷൻ, എക്സാമിനേഷനിൽ, എക്സാമിനേഷന്റെ ഉള്ളിൽ എന്ന് പറയാം, പക്ഷേ അതിനേക്കാളും നല്ലത് എക്സാമിനേഷനിൽ ഇൻ. ഓക്കെ, ഇൻസൈഡ്. ഓക്കെ, അപ്പൊ കുറെ അതിനെപ്പറ്റി തിയറി പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു സെൻസ് ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ. ഓക്കെ, തിയറി പറഞ്ഞിട്ട് കാര്യമില്ല, അതാണ് വേറെ കാര്യം. ദ ഡോഗ് ഇസ് ഗ്രേറ്റ്ഫുൾ ഡാഷ് ഇറ്റ്സ് ഓണർ. അപ്പൊ ഈ ഗ്രേറ്റ്ഫുൾ ടൂം ഗ്രേറ്റ്ഫുൾ ഫോർ എപ്പോഴും ഉപയോഗിക്കുക? നമ്മൾ ഒരാളോട് ഗ്രേറ്റ്ഫുൾ ആണ്. ഫോർ എക്സാമ്പിൾ ഡോഗ് എന്താണ്? ഓണറിനോട് ഗ്രേറ്റ്ഫുൾ ആണ്. നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ടു ഹിം, അല്ലെ ഗ്രേറ്റ്ഫുൾ ടു ഹെർ എന്ന് പറയാം, അല്ലെ ഗ്രേറ്റ്ഫുൾ ടു ദി ഓണർ. ഒരാളോട് ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ. നമ്മൾ എന്തെങ്കിലും സാധനത്തിനോട് ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ ഗുഡ് തിങ്സ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്, അല്ലെ, നമ്മൾ എല്ലാ നല്ല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ സംഭവിച്ചാൽ ഞാൻ എന്താണ് വളരെ ഗ്രേറ്റ്ഫുൾ ആണെന്ന് പറയുമ്പോൾ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഗ്രേറ്റ്ഫുൾ ടു ആണെങ്കിൽ എന്താണ്? ഒരാളോടായിരിക്കും. ഐ എം ഗ്രേറ്റ്ഫുൾ ടു അലൻ സർ, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ ഗുഡ് തിങ്സ് ദാറ്റ് ഹാസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്. ഓക്കെ, അല്ലെ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദി ഗിഫ്റ്റ്സ് ദാറ്റ് ഐ റിസീവ്ഡ് ഫ്രം ഓൺ മൈ ബർത്ത്ഡേ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ബേസിക്കലി ഗ്രേറ്റ്ഫുൾ ടു സംബഡി ആയിരിക്കും, ഗ്രേറ്റ്ഫുൾ ഫോർ സംതിങ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ശരി. മൈ ബ്രദേഴ്സ് ആനിവേഴ്സറി ഈസ് ഡാഷ് 5th നമ്പർ. ഇൻ ആണോ ഓൺ ആണോ? 5th നവംബർ എന്ന് പറഞ്ഞ കൃത്യ ആ ദിവസത്തിലാണ് നമ്മൾ പറയും ഓൺ 5th നവംബർ. അപ്പോൾ ഒരു കൃത്യം ഡേ കിട്ടി, അല്ലെ? 5th നവംബർ എന്ന് പറഞ്ഞാൽ കൃത്യം ഡേ ആണ്, നമ്മൾ എപ്പോഴും ഓൺ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ 5th നവംബർ എന്നില്ല, ജസ്റ്റ് നവംബർ എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് പറയും? മൈ ബ്രദേഴ്സ് ആനിവേഴ്സറി ഈസ് ഇൻ നവംബർ എന്ന് പറയും. ഓക്കെ, അപ്പം കൃത്യമായിട്ടൊരു ദിവസം ഇല്ലെങ്കിൽ നമ്മുടെ നവംബറിന്റെ ഉള്ളിൽ എവിടെ വേണേ ആവുമല്ലോ. അപ്പൊ നവംബറിന്റെ ഉള്ളിൽ ഇൻസൈഡ് നവംബർ എന്നാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻ നവംബർ എന്ന് പറയണം. ഇനി ഇയർ മാത്രമേ തന്നിട്ടുള്ളൂ 1993. മൈ ബ്രദേഴ്സ് ആനിവേഴ്സറി അല്ല, മൈ ബ്രദർ വാസ് ബോൺ 1993. ഇന്നാണോ ഒരു ഓണാണോ? ഇൻ 1993 ഇൻസൈഡ് 93 എവിടെയോ. പക്ഷെ കൃത്യം ഡേറ്റ് പറയുകയാണെങ്കിൽ 5th നവംബർ 1993 ഓൺ എന്ന് പറയണം. കാരണം ആ ദിവസത്തിൽ തന്നെയാണ്. സോ ഓൺ, കൃത്യ ആ ദിവസത്തിൽ. ഓക്കെ, ആ വ്യത്യാസം മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും കൃത്യം ഡേറ്റ് തന്നാൽ നിങ്ങൾ ഓൺ എന്ന് പറയണം. അല്ലെ ഫോർ എക്സാമ്പിൾ ഓൺ മൺഡേ എന്ന് പറയും, ഇൻ മൺഡേ നമ്മൾ പറയില്ല, അല്ലേ? കാരണം ഒരു കൃത്യം ദിവസമാണത്. ഓക്കെ, പക്ഷെ നമ്മൾ ഇൻ ഫെബ്രുവരി എന്ന് പറയും. കാരണം ഫെബ്രുവരി എവിടെ വേണേ ആവാം. ഇൻ ജാനുവരി എന്ന് പറയും. ഓക്കെ, ഇൻ 1993 എന്ന് പറയും. ക്ലിയർ ആണ്? ആ വ്യത്യാസം മനസ്സിലാക്കണം എപ്പോഴും. The boy dash the store is quite young. The boy on the store ആണ് at the store ആണ്? boy on the store എന്ന് പറഞ്ഞാൽ സ്റ്റോറിന്റെ, ആ സൂപ്പർ മാർക്കറ്റ് സ്റ്റോറിന്റെ മണ്ടയിൽ, അതിന്റെ മുകളിൽ കയറി ടെറസിൽ ഇരിക്കുന്ന ആളാണ് ഓൺ ദ സ്റ്റോർ എന്ന് പറഞ്ഞാൽ. ഓൺ ദ സ്റ്റോർ. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഉപയോഗിക്കരുത്, അറ്റ് ദ സ്റ്റോർ. ഓക്കെ, മഹാത്മാഗാന്ധി വാസ് ബോൺ ഓൺ 2nd October. ഓക്കെ, കൃത്യം ഡേറ്റ് ഉണ്ട്. ജസ്റ്റ് ഒക്ടോബർ മാത്രമേ എന്നുള്ളെങ്കിൽ ഇൻ ഒക്ടോബർ എന്ന് പറയണം. വ്യത്യാസം മനസ്സിലായല്ലോ? ശരി. ഓക്കെ, അപ്പൊ അമങ്ങിന്റെയും ഇതും കൊടുത്തിട്ടുണ്ട്. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, വേണം നിങ്ങൾ വായിച്ചു നോക്ക് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതൂടെ നിങ്ങൾക്ക് ഒരു ഫീൽ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പലപ്പോഴും നിങ്ങൾ എടുത്ത പാസേജിൽ ഈ പ്രപ്പോസിഷൻസ് ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ഉപയോഗിക്കേണ്ടി വരിക. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. റൂപ്പർട്ട് ഇസ് ഫോണ്ട് ഓഫ്. 2 ഓഫ് ഉണ്ട്. ഏത് ഓഫാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്? സാധാരണ ഓഫ് ഉപയോഗിക്കണം. അപ്പൊ 2 ഓഫ് ഉണ്ട്. കുറേ പേർക്ക് എന്താണ് എപ്പോഴും കൺഫ്യൂഷൻ ആണ്. പ്രായമായി കഴിയുമ്പോൾ നിങ്ങൾ എപ്പോഴും തെറ്റിക്കുന്ന കാര്യമാണ് ഈ ഓഫാണ് ഈ ഓഫാണ്. അത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം മക്കളെ. ഈ ഓഫ് എന്ന് പറഞ്ഞാൽ ഓണിന്റെ ഓപ്പോസിറ്റ് ആണ്. സ്വിച്ച് ഓൺ ആക്കുക, സ്വിച്ച് ഓഫ് ആക്കുക, അതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഈ ഓണിന്റെ ഓപ്പോസിറ്റ് ആണ് ഓഫ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ടേൺ ഓഫ് ദ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടേൺ ഓൺ ദ ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ആ ഓണിന് പകരം അതിന്റെ ഓപ്പോസിറ്റ് വരുമ്പോഴുള്ള സാധനമാണ് OFF. സ്വിച്ച് ഓഫ് ദ ഫാൻ നോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്വിച്ച് ഈ ഓഫ് ഉപയോഗിക്കില്ല.
കാരണം ഇത് സ്വിച്ച് ഓൺ ദ ഫാനിന്റെ ഓപ്പോസിറ്റ് ആണ്. ടേൺ ഓഫ് ദ മോട്ടോർ വേ അറ്റ് ദ ജംഗ്ഷൻ, ടേൺ ഓഫ് ബേസിക്കലി ടേൺ ഓണിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ആ ഓണിന്റെ ഓപ്പോസിറ്റുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ ഈ ഡബിൾ എഫ് ഉപയോഗിക്കുക. ടേക്ക് ഇറ്റ് ഓഫ് ദ ടേബിൾ, ടേക്ക് ഇറ്റ് ഓൺ ദ ടേബിൾ, അല്ലെങ്കിൽ പുട്ട് ഇറ്റ് ഓൺ ദ ടേബിളിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ ടേക്ക് ഇറ്റ് ഓഫ് ദ ടേബിൾ. അപ്പൊ ആ ഓണിന് പകരമായിട്ട് അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഡബിൾ എഫിന്റെ ഓഫ് ഉപയോഗിക്കും. ആ ഡബിൾ എഫ് ഉള്ള ഓഫ് ഉപയോഗിക്കും. ഓക്കെ, ഒരിക്കലും ടേക്ക് ഇറ്റ് ഓഫ് ദ ടേബിൾ എന്ന് അറിയില്ല. ടേക്ക് ഇറ്റ് ഓഫ്, എടുത്ത് മാറ്റി, പുട്ട് ഇറ്റ് ഓൺ ദ ടേബിളിന്റെ ഓപ്പോസിറ്റ് ടേക്ക് ഇറ്റ് ഓഫ്. ക്ലിയർ ആണല്ലോ? ദി ഗ്യാസ് സ്റ്റേഷൻ ഇസ് ജസ്റ്റ് ഓഫ് ദ കോർണർ അഹെഡ്. ഗ്യാസ് സ്റ്റേഷൻ ഇസ് ജസ്റ്റ് ഓൺ ദി കോർണർ അഹെഡിന്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അത് അത്ര റെലവെന്റ് അല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നാൽ മറ്റേ ഓഫ് എന്താണ്? മറ്റേ ഓഫ് എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ ഹാവ് ദ ക്വാളിറ്റീസ് ഓഫ് ദെയർ പേരൻസ്. ആ പേരൻസിന്റെ ക്വാളിറ്റീസ് ചിൽഡ്രൻ. ഇത് മറ്റേ ഓണിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ വിചാരിക്കുക, ചിൽഡ്രൻ ഹാവ് ദ ക്വാളിറ്റീസ് ഓൺ ദെയർ പേരൻസ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ ആ ഓണും ഓഫും ഇവർ രണ്ടാളും ഓപ്പോസിറ്റ് ആണ്. ഇതിന് ഓപ്പോസിറ്റ് ഒന്നുമില്ല. ഇത് ഓഫ് ദെയർ പേരൻസ്, ആ പേരൻസിന്റെ ഉദ്ദേശിക്കും. ഇമാജിനേഷൻ ഇസ് ദി സോഴ്സ് ഓഫ് creation. Words are the voice of the heart. Susan started at the floor of her room. He picked up a piece of wood. അതിന്റെ ഫുഡിന്റെ പീസ് അല്ലെ റൂമിന്റെ ഫ്ലോർ. മനസ്സിലല്ലേ? ആ ഇന്ത്യയാണ്. ക്ലിയർ ആണല്ലോ? ശരി. അപ്പൊ ഇവിടെ എന്താ വരേണ്ടത്? റൂപ്പർട്ട് ഇസ് ഫോണ്ട് ഓഫ്. മഫിൻസിനോട് ഫോം ഓഫ് എന്താണ്? ഫോണ്ട് ആണ്. ഓക്കെ, അവിടെ ഈ ഓഫ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ആ ഓണിന്റെ ഓപ്പോസിറ്റ് അല്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കുക. ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഇമാജിൻ ചെയ്ത് നോക്കാം. ദ ഡോഗ് ജംപ്ഡ് ഓൺ ദി സോഫയാണ്, ഇൻ ദ സോഫയാണോ? മക്കളെ, സോഫന്റെ മണ്ടയ്ക്കാണോ സോഫന്റെ ഉള്ളിലാണോ? സോഫന്റെ മണ്ടയ്ക്കാണ്, സോ ഓൺ ആണ്. സോഫന്റെ ഉള്ളിലാണ് ഇൻ എന്ന് പറയാം. ഹംടി ഡംടി സാറ്റ് അറ്റ് എ വോൾ ആണോ ഓൺ എ വോൾ ആണോ? ഓൺ എ വോൾ മതി, മോൾ. ഓക്കെ, ദ പോലീസ് ഓഫീസർ ഇസ് ഡാഷ് ദ സ്റ്റേഷൻ ഇസ് എവിടെയാണ്? ഓൺ ദ സ്റ്റേഷൻ ആണ്. പോലീസ് ഓഫീസർ സ്റ്റേഷന്റെ മണ്ടയ്ക്കാണ് ഉള്ളത്, അല്ല അറ്റ് ദി സ്റ്റേഷൻ. ഓക്കെ, അല്ലെ ഇൻ ദ സ്റ്റേഷൻ എന്ന് വേണം പറയാം, അറ്റ് ദി സ്റ്റേഷൻ എന്ന് പറയാം. ദ സൺ വിൽ നോട്ട് റൈസ് ബിഫോർ ആണോ സിൻസ് 6 o'clock ആണോ? ദ സൺ വിൽ നോട്ട് റൈസ് സിൻസ് 6 o'clock ആണോ? അല്ല, ബിഫോർ 6 o'clock. ഓക്കെ, ബിഫോർ 6 മണിക്ക് മുമ്പ്. കോമൺ സെൻസ് ആണ്. കുറെ കാര്യങ്ങൾ കോമൺ സെൻസ് ആയിട്ട് നിങ്ങൾ തന്നെ പഠിക്കണം, അല്ലാണ്ട് എല്ലാത്തിനും ഇങ്ങനെ റൂളൊന്നും ഇല്ല. ഐ നോ ജാക്ക് ഡാഷ് വെൻ ഹി വാസ് എ ലിറ്റിൽ ബോയ്. സിൻസ് ആണോ ഫോർ ആണോ? അപ്പൊ ഫോറും സിൻസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. ഐ വാസ് അല്ലെങ്കിൽ എക്സാമിനർ has been taking classes. Since ആണോ for 2020. അപ്പൊ എക്സാമിനർ ഹാസ് ബീൻ ടേക്കിംഗ് യൂട്യൂബ് ക്ലാസ്സസ് സിൻസ് ആണോ ഫോർ ആണോ? സിൻസ് 2020 എന്ന് വരാം. എന്നാൽ ഫോർ എപ്പോഴും ഉപയോഗിക്കുക? ടേക്കിംഗ് ക്ലാസ്സസ് ഫോർ 3 years. അപ്പം ഈ 3 years അല്ലെങ്കിൽ 3 months അങ്ങനെ ഒരു ആക്ച്വൽ കാലയളവ് തന്നാൽ നമ്മൾ ഫോർ ഉപയോഗിക്കും. ഒരു പ്രത്യേക ടൈം, ഒരു പോയിന്റ് മുതലാണെങ്കിൽ 2020 എന്ന് പറഞ്ഞ പ്രത്യേക പോയിന്റ് മുതലാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ സിൻസ് ഉപയോഗിക്കും. അപ്പൊ സിൻസ് ഫെബ്രുവരി ഓഫ് ലാസ്റ്റ് മന്ത് അല്ലെ സിൻസ് 2021. എന്നാൽ ഫോർ 3 years. അപ്പൊ 3 years എന്ന് പറഞ്ഞ കാലയളവ്. ഫോർ 2 months, ഫോർ 3 weeks. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണുള്ളത്? ഐ നോ ജാക്ക് സിൻസ് ഹി വാസ് എ ലിറ്റിൽ ബോയ് ആണോ? ഫോർ ആണോ? സിൻസ് ഹി വാസ് എ ലിറ്റിൽ ബോയ്. അപ്പൊ ലിറ്റിൽ ബോയ് ആവുന്ന മുതൽ, അപ്പൊ ഒരു കാലയളവിന്റെ കാര്യമല്ല പറയുന്നത്. 3 വർഷമോ 4 വർഷമോ അല്ല പറയുന്നത്. അന്ന് മുതൽ 2020 മുതൽ അല്ലെ ലിറ്റിൽ ബോയ് ആയത് മുതൽ. അപ്പൊ നമ്മൾ എന്ത് പറയണം? സിൻസ് എന്ന് പറയണം. ഇപ്പം ഐ ഹാവ് നോൺ ജാക്ക് ഫോർ 5 years അല്ലെ ഫോർ 10 months. മനസ്സിലായില്ലേ? അപ്പൊ കാലയളവ് എന്ന ഫോർ ഉപയോഗിക്കാം. പ്രിയാസ് ഹൗസ് ഇസ് ഡാഷ് നെക്സ്റ്റ് ടു ആണോ ആഫ്റ്റർ മൈൻ ആണോ? ആഫ്റ്റർ മൈൻ. എന്താ? നെക്സ്റ്റ് ടു മൈൻ. ഓക്കെ, നെക്സ്റ്റ് ടു മൈൻ എപ്പോഴും പറയുള്ളൂ. നെക്സ്റ്റ് ടു മൈൻ എപ്പോഴും അങ്ങനെ പറയാം. ഓക്കെ, ദ ഓപ്പോണന്റ് സാറ്റ് ബിഹൈൻഡ് ടു ഈച്ച് അതർ ആണോ? ഒരിക്കലും ബിഹൈൻഡ് ടു എന്ന് പറഞ്ഞ എക്സ്പ്രഷനിൽ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആണ്. ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ബിഹൈൻഡ് ടു ഈച്ച് അതർ എങ്ങനെ അറിയാം? ഒരാളുടെ ബിഹൈൻഡ് ആവും, പക്ഷെ മറ്റേ ആളും ഇയാളുടെ ബിഹൈൻഡ് ആവാൻ പറ്റും. ഒരാളല്ലേ ബിഹൈൻഡ് ആവാൻ പറ്റുള്ളൂ. രണ്ടുപേരും ഇരിക്കുകയാണെങ്കിൽ രണ്ടുപേരും ബിഹൈൻഡിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, സെൻസ് ഉണ്ടാകുന്നില്ല. സയന്റിസ്റ്റ് ലുക്ക് ത്രൂ ആണോ ഇൻ ദ മൈക്രോസ്കോപ്പ് ആണോ? ത്രൂ ദി മൈക്രോസ്കോപ്പിന്റെ ഉള്ളിലൂടെയല്ല നോക്കിയത്, സോ ത്രൂ ആണ് ഉപയോഗിക്കേണ്ടത്. ഐ മെറ്റ് സുഹാനി. നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ, ഇത്ര മതിയോ? ഐ മെറ്റ് സുഹാനി വെൻ ഐ വാസ് സയന്റിസ്റ്റ്. ഐ മെറ്റ് സുഹാനി വെൻ ഐ വാസ് ഓൺ കോളേജ് ആണ് ഇൻ കോളേജ്? കോളേജിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നപ്പോഴല്ലേ, അല്ലാണ്ട് കോളേജിന്റെ മണ്ടയിലുള്ളതല്ലോ. അപ്പൊ ഇൻ കോളേജ്. ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് മൈ ടാസ്ക് ടിൽ ഫ്രൈഡേ ആണോ ബൈ ഫ്രൈഡേ ആണോ? ബൈ ഫ്രൈഡേ ആണ്. ഐ വിൽ കംപ്ലീറ്റ് മൈ ടാസ്ക് ബൈ ഫ്രൈഡേ. ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ടാസ്ക് എന്താണ്? അത്ര സമയം വരെ ചെയ്യുന്നതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഐ വിൽ പ്ലേ മ്യൂസിക്
till 4 o'clock. അപ്പോൾ അത്രയും നേരം ഞാൻ ചെയ്യും. പക്ഷേ നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഒരു ഡെഡ് ലൈൻ വെക്കും. നമ്മൾ എപ്പോഴും പറയുന്നതാണ് I will complete it by 4 o'clock. I will do it till 4 o'clock. I will complete it by 4 o'clock. അപ്പോൾ കംപ്ലീറ്റ് ഇറ്റ് എപ്പോഴും by 4 o'clock. അതിന് മുൻപ് ഞാൻ ചെയ്യും. ഞാൻ അല്ല ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും നേരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്ദേശം. I will do it till 4 o'clock. ഞാൻ 4 o'clock വരെ ചെയ്യും. പക്ഷെ completed by 4 o'clock. ബൈ ആണ് വരുന്നത്. അപ്പോൾ ടില്ലും ബൈനും വ്യത്യാസം മനസ്സിലാക്കാം. The soldiers are in war on at war ആണ്. At war ആണ്. They are at war with each other. അങ്ങനെയാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രപ്പോസിഷൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളമാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾ പ്രപ്പോസിഷൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ധാരാളമാണ് പരീക്ഷയ്ക്ക് വേണ്ടി. ഇനി എങ്ങാനും നിങ്ങൾക്ക് ഇനിയും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സാർ ഇനിയും കുറച്ചും കൂടി ചെയ്താലേ എനിക്ക് ഒരു കംഫർട്ടബിൾ ആവുള്ളൂ എന്ന് തോന്നുകയാണ് നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോവുക, പ്രപ്പോസിഷൻസ് എക്സസൈസ് PDF എന്നോ അല്ല എക്സസൈസ് പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചു നോക്കി കുറേ വരും. സമയം ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്യാം. സമയമില്ലാത്ത അവസരത്തിൽ അതൊന്നും ചെയ്യാൻ പോകേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം, റിലേറ്റീവ് ക്ലോസ്. അപ്പോൾ എന്താണ് റിലേറ്റീവ് ക്ലോസ്? അതിനെപ്പറ്റി വീണ്ടും തിയറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് റിലേറ്റീവ് ക്ലോസ് പഠിക്കാം. ഓക്കെ, ഹൂ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ക്ലോസ് ആണ്. ഹൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് പൊതുവെ ഉപയോഗിക്കുക? സാധനത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലെ, ഈ മൗസിനെ ഞാൻ പറയാൻ വേണ്ടിയിട്ട്, അല്ലെ ഈ പെന്നെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഹൂ എന്ന് ഉപയോഗിക്കും. അല്ലെ, ഞാൻ അതിന് സാധനമാണ്, അപ്പോൾ ഞാൻ ഒരിക്കലും ഹൂ എന്ന് ഉപയോഗിക്കുക. ഹൂ എന്ന് എപ്പോഴാണ് ഉപയോഗിക്കുക? മനുഷ്യന്മാരെ പറ്റി പറയുമ്പോൾ. ഓക്കെ, ടു ഡിസ്ക്രൈബ് പീപ്പിൾ. നെക്സ്റ്റ് ഹൂം ഡിസ്ക്രൈബ് പീപ്പിൾ ആണ്. ഓക്കെ, ഹൂമും ഹൂവിന്റെ വ്യത്യാസം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. എല്ലാം പീപ്പിൾ ആണ്. ഹൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യന്മാരുടെ തന്നെ, പക്ഷേ ഒരു പൊസഷൻ കാണിക്കാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, ദ മാൻ ഹൂസ് കാർ വാസ് സ്റ്റോളൻ വെൻ ടു ദ പോലീസ്. അപ്പൊ ഇയാളുടെ കാർ അല്ലെ, മാൻ ഹൂസ് കാർ, അദ്ദേഹത്തിന്റെ കാർ. വീണ്ടും അതൊരു ആളിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ദാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തിങ്സിനെ കാണിക്കാണ്ട്. ഐ ആം സെല്ലിംഗ് ദ കമ്പ്യൂട്ടർ ഹൂ ഐ ബോട്ട് ഇൻ ദ US എന്ന് പറയുമോ? ഇല്ല, ദാറ്റ് ഐ ബോട്ട്. തിങ്സിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. വിച്ചും അതുപോലെ തന്നെ, ടു ഡിസ്ക്രൈബ് തിങ്സ്. ഐ ആം സെല്ലിംഗ് ദിസ് കമ്പ്യൂട്ടർ വിച്ച് ഹാസ് എ 250 GB ഹാർഡ് ഡ്രൈവ് ഫോർ $500. അപ്പോൾ വീണ്ടും ഇവിടെ ഹൂ ആസ് എന്ന് പറയില്ല, കാരണം കമ്പ്യൂട്ടറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ബേസിക് ഡിഫറൻസ് മനസ്സിലാക്കാം. മറ്റേ നമ്മൾ എക്സാമ്പിൾ വായിച്ചില്ല, ദ വുമൺ ഹൂ വർക്ക്സ് ഇൻ ദ ബാങ്ക് ഇസ് മൈ നെയ്ബർ. അപ്പോൾ വുമൺ എന്ന് പറഞ്ഞ ഒരു ആനിമൽ ആണ്, ഇത് ഓർഗാനിസം ആണ്. അപ്പോൾ ഇതിൽ വുമൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേഴ്സൺ ആണ്. സോ നമ്മൾ ഹൂ എന്ന് ഉപയോഗിക്കും. ഹൂം എപ്പോഴാണ് ഉപയോഗിക്കുക? മൈ കസിൻസ് വൺ ഓഫ് ഹൂം എന്ന് അവിടെ പറയില്ല, അല്ലെ വൺ ഓഫ് ഹൂം, ഹിം അല്ലെ ഹെർ എന്ന് പകരമാണ് നമ്മൾ ഹൂം എന്ന് ഉപയോഗിക്കുക. വൺ ഓഫ് ഹൂം ഇസ് എ ഡോക്ടർ ലിവ് ഇൻ ഇംഗ്ലണ്ട്. മൈ കസിൻസ് ആയതുകൊണ്ടാണ് ലിവ് ഇൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലാവുന്നുണ്ടോ? ശരി. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. ഇനി ആകെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഈ ദാറ്റിന്റെയും വിച്ചിന്റെയും തമ്മിലാണ്. അതിന്റെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. കാരണം ദാറ്റും വിച്ചും ഏതാണ് സാർ ഉപയോഗിക്കേണ്ടത്? ഫോർ എക്സാമ്പിൾ, ഇവിടെ ഐ എം സെല്ലിംഗ് ദ കമ്പ്യൂട്ടർ വിച്ച് ഐ ബോട്ട് ഇൻ ദി US എന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ ഐ എം സെല്ലിംഗ് ദിസ് കമ്പ്യൂട്ടർ വിച്ചിന് പകരം ദാറ്റ് ഹാസ് എന്ന് പറഞ്ഞൂടെ? അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. ഈ ദാറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തറിയോ? ഐ എം സെല്ലിംഗ് ദ കമ്പ്യൂട്ടർ ദാറ്റ് ഐ ബോട്ട് ദി US ഈ ദാറ്റ് എന്തിന്റെ റോളാണ് പ്ലേ ചെയ്യുന്നത്? ഇത് എക്സ്ട്രാ ഇൻഫർമേഷൻ, ഭയങ്കര പുതിയ ഇൻഫർമേഷൻ പറയുന്നുണ്ടോ അനാവശ്യമായിട്ട്? ഇല്ല, ഇത് അറിയേണ്ട ഇൻഫർമേഷൻ. ഫോർ എക്സാമ്പിൾ, ഐ എം സെല്ലിംഗ് ദ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ സെന്റൻസ് അല്ല. ഏത് കമ്പ്യൂട്ടർ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പറയണം ഐ എം സെല്ലിംഗ് ദ കമ്പ്യൂട്ടർ ദാറ്റ് ഐ ബോട്ട് ഇൻ ദി US. അപ്പോൾ ഈ ദാറ്റ് എന്ന് പറഞ്ഞാൽ റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷനെ ആഡ് ചെയ്യുന്നുള്ള ദാറ്റ്. എന്നാൽ വിച്ച് അങ്ങനെയല്ല. ഐ എം സെല്ലിംഗ് ദിസ് കമ്പ്യൂട്ടർ വിച്ച് ഹാസ് എ 250 GB ഹാർഡ് ഡ്രൈവ് ഫോർ $500. ശരിക്കും പറഞ്ഞാൽ വിച്ചിന്റെ ഈ സെന്റൻസ്, ഈ ഒരു ഫ്രേസ് ആവശ്യമില്ല. ഐ എം സെല്ലിംഗ് ദിസ് കമ്പ്യൂട്ടർ ഫോർ $500 എന്ന് പറഞ്ഞാൽ ഐ എം സെല്ലിംഗ് ദിസ് കമ്പ്യൂട്ടർ എന്നല്ല പറയുന്നത്, ഫോർ $500 കഴിഞ്ഞു. ഈ വിച്ചിന്റെ കൂടെ വന്ന ആളെന്താണ്? ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്, അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. മറ്റേത് ദാറ്റിന്റെ കൂടെ വരുന്ന റെലവെന്റ് ഇൻഫർമേഷൻ, വിച്ചിന്റെ കൂടെ വരുന്ന അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അപ്പൊ അതിനനുസരിച്ചാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. മനസ്സിലായില്ല? അതിന് തിയറി ഒന്നും പറഞ്ഞാൽ സമയം കളയുന്നില്ല. അതിന് നോൺ ഡിഫൈൻ റിലേറ്റീവ് എന്നും ഡിഫൈൻ റിലേറ്റീവ് എന്നൊക്കെ പറയും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഞാൻ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് സെറ്റ് ആക്കാം. ഐ റെഡ് ഓൾ ദ ബുക്സ് ദാറ്റ് ആണോ വിച്ച് ഐ ബോറോഡ് ഫ്രം ദ ലൈബ്രറി ആണോ? മക്കൾ ആലോചിച്ച് നോക്കി, ഈ വിച്ച് ഐ ബോറോഡ് ഫ്രം ദ ലൈബ്രറി ഒരു ഭയങ്കര പുതിയൊരു കാര്യമാണോ, അല്ലെങ്കിൽ ഈ സെന്റൻസിനോട് റെലവെന്റ് ആണോ? ഐ റെഡ് ഓൾ ദ ബുക്സ് എന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ സെൻസ് ഉണ്ട്. ഐ റെഡ് ഓൾ ബുക്സ്, അത് സംഭവം എല്ലാ ബുക്കും നാം വായിച്ചിട്ടുണ്ട് ഇല്ല. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? എവിടത്തെയോ ബുക്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഐ റെഡ് ഓൾ ദ ബുക്സ് ദാറ്റ് ആണോ വിച്ച് ആണോ? ദാറ്റ് ആണ്, റെലവെന്റ് ഇൻഫർമേഷൻ ആണ്. ഈ സെന്റൻസിനോട് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, പുതിയ അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നുമല്ല. ആ സെന്റൻസിനെ കംപ്ലീറ്റ് ആക്കണ ആ ഒരു ഇൻഫർമേഷൻ വേണം. സോ നമ്മൾ ദാറ്റ് എന്ന് പറയും. ഐ റെഡ് ഓൾ ദ ബുക്സ് ദാറ്റ് ഐ ബോറോഡ് ഫ്രം ദി ലൈബ്രറി. അങ്ങനെയാണ്, വിച്ച് എന്ന് പറയില്ല. നെക്സ്റ്റ് സെന്റൻസ് നോക്ക്. ദ ന്യൂ ചേതൻ ഭഗത് ബുക്ക് ദാറ്റ് ഓൺ വിച്ച് വാട്ട് എവർ ഐ ബോറോഡ് ഫ്രം ദ ലൈബ്രറി ഈസ് വെരി ഗുഡ്.
ഐ ബോറോ ഫ്രം ദ ലൈബ്രറി ഇവിടെ എന്താണ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ. കാരണം ദാറ്റ് ന്യൂ ചേതൻ ഭഗത് ബുക്ക് ഇസ് വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ മതി. അതൊരു കംപ്ലീറ്റ് സെന്റൻസ് തന്നെയാണ്, ഒരു വളരെ മീനിങ് ആയ സെൻസ് ആണ്. ദാറ്റ് ന്യൂ ചേതൻ ഭഗത് ബുക്ക് ഇസ് വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ മതി. ഈ അഡീഷണൽ ഐ ബോറോഡ് ഫ്രം ദ ലൈബ്രറി എന്നാണ് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അത് ഇല്ലെങ്കിലും ഈ സെന്റൻസ് കംപ്ലീറ്റ് ആണ്. അപ്പോൾ വലിയ റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, വിച്ച് ഉപയോഗിക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഇതിനെ വേർതിരിക്കേണ്ടത്, ദാറ്റിനെയും വിച്ചിനെയും. ഇത് ആക്ച്വലി പരീക്ഷയിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവുന്നതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കണം, നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് ആഡ് എക്സ്ട്രാ ഇൻഫർമേഷൻ ടു ദി സെന്റൻസ്. അതായത് വിച്ച് എന്ന് പറഞ്ഞതാണ് നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് ആണ്. അതല്ലാണ്ടുള്ള സാധനമാണ് ദാറ്റ്. ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് ആഡ് എസെൻഷ്യൽ ഇൻഫർമേഷൻ, റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ആവശ്യമുള്ള ഇൻഫർമേഷൻ, അത് ദാറ്റ് ആണ് ഈ കേസിൽ. ഓക്കെ, അപ്പൊ അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായല്ലോ? ശരി. ഇനിയും റിലേറ്റീവ് ആഡ്വേർബ്സ് ഉണ്ട്. വെൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സമയം ഡിസ്ക്രൈബ് ചെയ്യാനാണ്. മൈ ഫേവറേറ്റ് സീസൺ ഇസ് ഫോൾ വെൻ ഓൾ ദ ലീവ്സ് ചേഞ്ച് കളർ. അല്ലെ, വെൻ എന്നാ വരിക, വേർന്നല്ല വരിക, വെൻ അല്ലെ, സമയം കാണിക്കാം. വെൻ ഓൾ ദ ലീവ്സ് ചേഞ്ച് കളർ. ഓക്കെ, വേർ എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ഡിസ്ക്രൈബ് പ്ലേസസ്. ഐ വിസിറ്റഡ് ദ നെയ്ബർഹുഡ് വേർ ഐ ഗ്രൂ അപ്പ്. വെൻ ഐ ഗ്രൂ അപ്പ് എന്ന് പറയില്ല, വേർ ഐ ഗ്രൂ അപ്പ്. അപ്പൊ സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, ദ നെയ്ബർഹുഡ് വേർ ഐ ഗ്രൂ അപ്പ്. ഓക്കെ, വൈ എന്ന് പറഞ്ഞാൽ ടു ഗിവ് എ റീസൺ. ഡു യു നോ ദ റീസൺ വൈ ദ സ്റ്റോഴ്സ് ആർ ക്ലോസ് ടുഡേ. ഡു യു നോ ദ റീസൺ വെൻ the stores are closed today വരില്ല. ഡു യു നോ ദ റീസൺ വേർ വരില്ല, വൈ എന്ന് വരുള്ളൂ. സിമ്പിൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് റിലേറ്റീവ് ക്ലോസസ്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി വിചാരിക്കുന്നു. ഇനി ഇതിന്റെ തിയറി ഇങ്ങനെ കുറെ നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. പരീക്ഷയിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ്. സോ നമുക്ക് ഇനി ക്വസ്റ്റൻസ് ചെയ്യാം. ഇനി ക്വസ്റ്റൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റൻസ് വരുമ്പോൾ നിങ്ങൾ ഒന്ന് പോസ് ചെയ്യുക, സ്വന്തം ട്രൈ ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവുക. ദിസ് ഇസ് ദ മാൻ ഡാഷ് സേവ് ദ കിഡ്. ഹൂ ആണ്, വിച്ച് ആണ്? ദിസ് ഇസ് ദി മാൻ ആണ് മക്കളെ. ഹൂ സേവ് ദ കിഡ് ആണ്? ഒന്ന് ആലോചിക്കാൻ. ദിസ് ഇസ് ദ മാൻ. ഹൂ, വിച്ച് സേവ് ദ കിഡ്? ഇയാളുടെ സാധനമാണോ? അല്ല. ദ റൈറ്റർ ഡാഷ് wrote that article വന്നു. റൈറ്റർ ഹൂ ആണോ, ഹൂസ് ആണോ? ഹൂ ആണോ? ഒന്ന് ആലോചിക്കാൻ. റൈറ്റർ ഹൂ wrote that book, who wrote that article won the Nobel Prize. He bought a car. Who runs fast ആണോ? He bought a car നെ പറ്റി പറയുന്നത്. Which runs fast? He was wearing a cap. Who was black ആണോ? ക്യാപ്പിനെ പറ്റി പറയുന്നത്. He was wearing a cap. Which was black? അല്ലെ, ക്യാപ്പ് ആണ് ബ്ലാക്ക്. മനസ്സിലാവുന്നുണ്ടോ? വിച്ച് വാസ് ലൈക്ക്. വളരെ സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ ശരിയാവാം. വി സ്പെൻഡ് 2 days in Berlin. ഡാഷ് വി ടുക്ക് എ വാക്കിംഗ് ടൂർ. വേർ ആണോ, വിച്ച് ആണോ? വിച്ച് വി ടുക്ക് എ വാക്കിംഗ് ടൂർ അല്ല. ദാറ്റ് വി ടുക്ക് അല്ല, വേർ വി ടുക്ക് എ വാക്കിംഗ് ടൂർ അല്ലെ. നമ്മൾ ബെർലിനിൽ വാക്കിംഗ് ടൂർ എടുത്തു, ആ സ്ഥലത്ത്. വേർ. നെക്സ്റ്റ്, എഡ്ഗർ ആലൻ പോ ഡാഷ് റോഡ് ദി ഫേമസ് പോയം ദ റേവൻ വാസ് ബോൺ ഇൻ ബോസ്റ്റൺ. അപ്പൊ ഇദ്ദേഹത്തിനെ പറ്റി പറയുന്നത്. ഹൂ റോഡ് ദി ഫേമസ് പോയം? എന്താ ആലോചിക്കാണല്ലേ. ഹൂസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എന്നാണ് കേട്ടോ. ഇവിടെ അതിന്റെ അർത്ഥമില്ല. ഇപ്പൊ എഡ്ഗർ അലൻ പോ ഹൂസ് പോയം ദ റേവൻ അല്ലെ, ഹൂസ് ബാഗ് വിച്ച് വാസ് മിസ്സിംഗ് എന്നൊക്കെ പറയാം. ഓക്കെ, പക്ഷെ ഹൂ റോഡ് ദ പോയം, ഹൂസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സാധനം. ഇപ്പൊ അലൻ സാർ ഹൂസ് ബാഗ് വാസ് മിസ്സിംഗ് വാസ് വെരി ആംഗ്രി. ഓക്കെ, അലൻ സാർ ഹൂസ് ബാഗ് വാസ് മിസ്സിംഗ് വാസ് വെരി ആംഗ്രി. അല്ലെ, ഹൂസ് ബാഗ് വെൻ മിസ്സിംഗ് വാസ് വെരി ആംഗ്രി. ക്ലിയർ ആണോ? അപ്പൊ ഹൂസ് എന്ന് പറയുമ്പോൾ അലൻ സാറിന്റെ എന്നാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അത് സെൻസ് ആണെന്നോ കോമൺ സെൻസ് ചോദിച്ചു മനസ്സിലാക്കിക്കോളൂ. അല്ലാണ്ട് കുറെ അതിനെ പറ്റി ആലോചിച്ച് സമയം വേസ്റ്റ് ആക്കണ്ട. ഹി ഹാസ് ക്ലൈംബ് മൗണ്ട് മെക്കിൻലി. ഓക്കെ, ഡാഷ് ഇസ് ദി ഹയസ്റ്റ് മൗണ്ടൻ. ദാറ്റ് ആണോ, വേർ ആണോ, വിച്ച് ആണോ? വിച്ച് ഇസ് ദി ഹയസ്റ്റ് മൗണ്ടൻ. ഓക്കെ, ഇത് ബേസിക്കലി എന്താണ് കേട്ടോ, ഇത് ദാറ്റ് ആണോ വിച്ച് ആണോ വരേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ്. അപ്പൊ ആലോചിച്ച് നോക്കി, ഹി ഹാസ് ക്ലൈംബ് ദ മൗണ്ട് മെക്കിൻലി മതി. ഈ എക്സ്ട്രാ ഇൻഫർമേഷൻ തന്നെയാണ്. ഇത് ഈ സെന്റൻസിന് ആവശ്യമുള്ള കാര്യമല്ല. ഈ സെന്റൻസ് ഈ എക്സ്ട്രാ കാര്യം ഇല്ലാണ്ട് തന്നെ സെന്റൻസ് കംപ്ലീറ്റ് ആണ്. ഹി ഹാസ് ക്ലൈംബ് മൗണ്ട് മെക്കിൻലി. ഇത് എക്സ്ട്രാ കാര്യം കൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം? വിച്ച് ഉപയോഗിക്കണം. ഓക്കെ, എക്സ്ട്രാ കാര്യമാണ്, അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. ഹി ഹാസ് ക്ലൈംബ് മൗണ്ട്. ഇത് ഓൾറെഡി ചെയ്തല്ലേ. ഓക്കെ, ഓൾറെഡി ചെയ്തുകൊണ്ട് നമുക്കിത് വീണ്ടും ഇടണ്ട. അത് വേണ്ടിക്കണം. വിച്ച് ആണ് വരെ. നെക്സ്റ്റ്, ഐ മെറ്റ് എ വുമൺ ഡാഷ് ഹസ്ബൻഡ്. ഹൂസ് ഹസ്ബൻഡ്? അതെ, ആ ചേച്ചിയുടെ അല്ലെ ആ ഒരു വുമന്റെ ഹസ്ബൻഡ്. ഐ മെറ്റ് എ വുമൺ ഹൂസ് ഹസ്ബൻഡ് വർക്ക്സ് ഫോർ ദി ഗവൺമെന്റ്. അത് ആ ഒരു ലേഡിയുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അവരുടെ ഹൂസ്. ഓക്കെ, നെക്സ്റ്റ്, ഐ ബോട്ട് ദ ടോയ് ദാറ്റ് മൈ സൺ വാണ്ടഡ് ഫോർ ക്രിസ്മസ് ആണോ, വിച്ച് ആണ് വരിക? വെന്നോ ഹൂ എല്ലാം ഉറപ്പാണ്. ദാറ്റ് ആണോ വിച്ച് ആണോ വരിക? ഇത് ഐ ബോട്ട് ദ ടോയ് എന്ന് പറഞ്ഞാൽ സെന്റൻസ് കംപ്ലീറ്റ് ആണോ? അല്ല. ഏത് ടോയ്? ഒരു ഇൻഫർമേഷനും ഇല്ല. അപ്പൊ എന്തെങ്കിലും വേണം. ഐ ബോട്ട് ദ ടോയ് എന്താ? ഏത് ടോയ്? ഏതോടെ? ദാറ്റ് മൈസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ വിച്ച് വന്നാലും ദാറ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. കാരണം ഇത് അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നല്ല, ഇത് എസെൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. ആ സെന്റൻസ് ആവശ്യപ്പെടുന്ന ഇൻഫർമേഷൻ ആണ്.
അല്ലാണ്ട് പുതിയതായുള്ള എക്സ്ട്രാ ഇൻഫർമേഷൻ അല്ല. ഐ ടോക്ക് ടു മൈ മാനേജർ ലാസ്റ്റ് മൺഡേ ഡാഷ് വെൻ ഷീ ഗോട്ട് ബാക്ക്. അപ്പോൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഇനി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ നോക്കാം. എന്തായാലും വേർ ഷീ ഗോട്ട് ബാക്ക് അല്ല, ഹൂ ഷീ ഗോട്ട് ബാക്ക് അല്ല, വെൻ ഷീ ഗോട്ട് ബാക്ക് ആയിരിക്കും. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മനസ്സിലൊരു ഇതിൻ്റെ ഒരു ധാരണ ഉണ്ടാവും. പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്തില്ലേ പരീക്ഷയിൽ പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് ഇത് പുതുതായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമല്ല. ദ എംപ്ലോയി വിച്ച് ആണോ, വെൻ ആണോ, ഹൂ ആണോ? ഹൂ വോൺ ദി അവാർഡ്. നെക്സ്റ്റ്, ദിസ് ഇസ് ദ ബുക്ക് ദാറ്റ് ഹെൽപ് മീ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ഗ്രാമർ ആണോ, വേർ ആണോ, വൈ ആണ്? ദാറ്റ് ഹെൽപ് മീ. വിച്ച് ആണെങ്കിൽ വിച്ച് ഡി ഓപ്ഷൻ ഉണ്ട്, വിച്ച്. അപ്പോൾ വിച്ച് ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ല. ദിസ് ഇസ് ദ ബുക്ക് എന്ന് പറഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്? അല്ല. അപ്പോൾ ഇത് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ദാറ്റ് തന്നെ ഉപയോഗിക്കണം. ഓക്കെ, വിച്ച് ഹെൽപ് മീ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് നല്ല വേണ്ടത് കേട്ടോ. ദാറ്റ് തന്നെയാണ് വേണ്ടത്. ഐ ഹവ് ബിഗൺ എ കരിയർ ആസ് എ ഫ്രീലാൻസ് റൈറ്റർ. വിച്ച് അലൗസ് മീ. അപ്പോൾ എവിടെ എന്താ വരിക? വേർ ആണോ, വിച്ച് ആണോ, ഹൂ ആണോ? വിച്ച് ആണ് വരിക. വേർ അലൗസ് മീ അല്ല, ഹൂ അല്ല, വിച്ച് അലൗസ് മീ. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ അഡീഷണൽ ഇൻഫർമേഷൻ അല്ല. ഐ ഹവ് ബിഗൺ മൈ കരിയർ ആസ് എ ഫ്രീലാൻസ് റൈറ്റർ എന്ന് പറഞ്ഞ ഒരു ഫുൾ സെന്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഈ സാധനം എന്താ? അഡീഷണൽ ഇൻഫർമേഷൻ ആണ്, എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. അതിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പൊ ആവശ്യമില്ലാത്ത നമ്മൾ വിച്ച് ഉപയോഗിക്കണം. അപ്പൊ ഇവിടെ ഒരു ഡി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഡാറ്റ് കിടക്കുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിച്ച് തന്നെ സെലക്ട് ചെയ്യണം. കാരണം എന്താണ്? ഇത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. ഐ ഹവ് ബിഗൺ മൈ കരിയർ ആസ് എ ഫ്രീലാൻസ് പറഞ്ഞതായിരുന്നു. പക്ഷെ അത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. സോ വിച്ച് ഉപയോഗിക്കണം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, ഐ എം ലുക്കിംഗ് ഫോർ എ സ്റ്റോർ വേർ ഐ ക്യാൻ ബൈ. ദാറ്റ് ഐ ക്യാൻ ബൈ അല്ല, വൈ ഐ ക്യാൻ ബൈ അല്ല. സിമ്പിൾ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്താൽ റിലേറ്റീവ് ക്ലോസ് ഇത്രയുള്ള സംഭവം. ഇതിൽ കൂടുതലൊന്നുമില്ല. ഓക്കെ, 90% നിങ്ങളിത് ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് എഡിറ്റ് പാസേജിൽ ഈ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ സംശയങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും. മിക്ക കുട്ടികളുടെ സംശയങ്ങളാണ്, അയ്യോ അതെങ്ങനെയാണോ അങ്ങനെയാണ്. അപ്പൊ ഇത് ഇത്രയും ചെയ്തോടെ നിങ്ങളുടെ സംശയങ്ങൾ തീർന്നുണ്ടാവും. ഇനി എടുത്ത പാസേജിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. ഇനി നമുക്ക് നോക്കാൻ പോകുന്ന സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ആണ്. എന്താണ് സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്? മക്കളെ, എല്ലാ ഒരു സെന്റൻസിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടോ, ഒരു വേർബും ഉണ്ടോ. അവർ തമ്മിൽ എന്താണ്? മാച്ച് ആണ്. ആ മാച്ച് ചെയ്യിപ്പിച്ചില്ലേ സെന്റൻസ് തെറ്റായിരിക്കും, മാച്ച് ചെയ്യിപ്പിച്ച് സെന്റൻസ് കറക്റ്റ് ആവും. സാർ ഇതെങ്ങനെയാണ് മാച്ച് ചെയ്യുക? അതിന് വേണ്ടി 2 സിമ്പിൾ റൂൾസ് ഞാൻ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ 2 റൂൾസ് പഠിച്ച എല്ലാം ആയി. ഇത്രയുള്ള സംഭവം. ഓക്കെ, ഐന്റെ കൂടെയും വീന്റെ കൂടെയും ദേന്റെ കൂടെയും യുവിന്റെ കൂടെയും ഒരു സെന്റൻസ് വരാണ്. ലെറ്റ്സ് സേ വി വെച്ച് നമുക്ക് ആലോചിക്കാം. ഓക്കെ, എല്ലാവർക്കും സെയിം ആണ്, എന്നാലും വി വെച്ച് ആലോചിക്കാം. വി വർക്ക് ആണോ, വർക്ക്സ് ആണോ അറ്റ് ദി സൂപ്പർ മാർക്കറ്റ്? അല്ലെ ദേ എന്ന് ആലോചിച്ചു. ദേ വർക്ക് ആണോ, വർക്ക്സ് ആണോ? ദേ വർക്ക് ആണ്. സോ ദേ വർക്ക് അറ്റ് ദി സൂപ്പർ മാർക്കറ്റ്. ദേ വർക്ക്സ് അല്ല. നെക്സ്റ്റ്, അപ്പൊ അതേപോലെ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. ഐ വർക്ക്, വി വർക്ക്, ദേ വർക്ക്, യു വർക്ക്. ഇവരെല്ലാവരും ഒരു ടീമാണ്. ഐ, വി, ദേ, യു. ഇവരൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഐ വർക്ക് എന്നാണ് വരും. ഇനി വേറൊരു വേർബ് പറ. വാക്ക്. ദേ വാക്ക് ആണോ, വാക്സ് ആണോ വരിക? എസ് ഇല്ലാത്ത ആളാണ് വരിക, വാക്ക് വരും. ഓക്കെ, സിങ് ആണോ, സിങ്സ് ആണോ വരിക? സിങ് വരും. ദേ സിങ് വരും. പ്ലേ ആണോ, പ്ലേസ്? പ്ലേസ് വരും. പ്ലേ കിട്ടും. പ്ലേ ആണോ, പ്ലേസ് ആണോ വരിക? പ്ലേ വരും. അപ്പൊ എപ്പോഴും ഈ ഐ, വി, ദേ, യു ഇവരൊക്കെ പ്ലൂറൽ ആയിട്ട് നമുക്ക് കരുതാം. ആക്ച്വലി ഐയും യുവും പ്ലൂറൽ അല്ല, പക്ഷെ വിയും ദേയും പ്ലൂറലാണ്. പക്ഷെ ഐയും യു ഒക്കെ നമ്മൾ പ്ലൂറൽ ആയിട്ട് കരുതാൻ പോവാണ്. അങ്ങനെ ഇവരൊക്കെ പ്ലൂറലിന് കൂടെ നമ്മൾ വേർബ് ഉപയോഗിക്കുമ്പോൾ എസ് ഇല്ലാത്ത വേർഷൻ ഉപയോഗിക്കണം. വർക്ക്സ് അല്ല വർക്ക്, വാക്സ് അല്ല വാക്ക്, സിങ്സ് അല്ല സിങ്, പ്ലേസ് അല്ല പ്ലേ. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ്, എന്നാൽ ഹീ, ഷീ, ഇറ്റ് ആണെങ്കിലോ? ഹീ ആണെങ്കിൽ വർക്ക് ആണോ, വർക്ക്സ് ആണോ? ഹീ വർക്ക്സ്. അതേപോലെ ഷീ വർക്ക്സ്, ഇറ്റ് വർക്ക്സ്. ഹീ, ഷീ, ഇറ്റ് ആണെങ്കിൽ എസ് ഉള്ള വേർബ് ഉപയോഗിക്കണം. അപ്പൊ ഹീ വർക്ക്സ്, ഹീ വാക്സ്. ഇറ്റ് ആണെങ്കിൽ ഇറ്റ് സിങ്സ്, ഇറ്റ് പ്ലേസ്. എപ്പോഴും എസ് ഉള്ള വേർബ് ഉപയോഗിക്കണം. ഇതാണ് ബേസിക് റൂൾ. ഇനി നെക്സ്റ്റ് റൂള് നോക്ക്. ദേ ആണെങ്കിൽ ആർ ഗുഡ് ലുക്കിംഗ് ആണോ, ഇസ് ലുക്കിംഗ് ആണോ? ദേ ഇസ് ഗുഡ് ലുക്കിംഗ് എന്ന് പറയും? ഇല്ല, ദേ ആർ ഗുഡ് ലുക്കിംഗ് എന്ന് പറയാം. അപ്പൊ അതേപോലെ ദേ ആർ ഗുഡ് ലുക്കിംഗ്, യു ആർ ഗുഡ് ലുക്കിംഗ്, വി ആർ ഗുഡ് ലുക്കിംഗ്. ഐന്റെ കേസിൽ മാത്രം ഐ ആം എന്നാണ് പറയാം. അതൊരു ചെറിയൊരു എക്സെപ്ഷൻ ആണ്. ഐ ആം ഗുഡ് ലുക്കിംഗ്. ബാക്കിയൊക്കെ ആറാണ്. വി ആർ, ദേ ആർ, യു ആർ. യു ആർ, യു ഇസ് എന്ന് അറിയില്ല, യു ആർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു യു പ്ലൂറലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക, പ്ലൂറലായിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവരുടെ ടീമാണ്. ഐന്റെ കേസിൽ മാത്രം ആം ആവില്ല. എന്നാൽ ഹീ ആണെങ്കിലോ? ഹീ ഇസ് ഗുഡ് ലുക്കിംഗ്, ഷീ ഇസ് ഗുഡ് ലുക്കിംഗ്, ഇറ്റ് ഇസ് ഗുഡ് ലുക്കിംഗ്. അപ്പൊ ഇവര് മൂന്നാളൊരു ടീമാണ്. ഇവരുടെ കൂടെ വേർബ് ഉപയോഗിക്കുമ്പോൾ എസ് വേണം. ഇവരുടെ കൂടെ ഈ ഇസ് ആർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? ഇസ് മതി. ഓക്കെ, എന്നാൽ ഇവർ മൂന്നാമത് വേറെ ടീമാണ്. ഇവരോട് നിങ്ങൾ വേർബ് ഉപയോഗിക്കുമ്പോൾ എസ് പാടില്ല. മറ്റേ ഈസ് ആണോ ആർ ഉപയോഗിക്കുമ്പോൾ ആർ ഉപയോഗിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? റെഡി. ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ
ഓരോരോ ആപ്ലിക്കേഷനിലേക്ക് വരണം. ഓക്കെ, ഈ ഇസിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വാസ് വരിക. അപ്പൊ ഇവിടെ ഇതിന്റെ പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ ഹി വാസ് എന്ന് പറയും. ഓക്കെ, ആറിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വേർ. ഓക്കെ, സോ ഹി വേർ എന്ന് പറയും, ദേ വേർ എന്ന് പറയും, ഹി വാസ് എന്ന് പറയും. അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്ക്. അപ്പൊ ഇസിന് പകരം പാസ്റ്റ് ടെൻസ് ആണ് വാസ് ഉപയോഗിക്കുക, ആറിന് പകരം വേർ എന്ന് ഉപയോഗിക്കും. അപ്പൊ ഇതിൽ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, പാസ്റ്റ് ടെൻസ് ആണെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ പ്രാക്ടീസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ജത്തിൻ, ഇത് വീണ്ടും പോസ് ചെയ്തിട്ട് ചെയ്യണം, എന്നാലും ശരിയാവുള്ളൂ. ജത്തിൻ ഇസ് ആണോ ആർ റൈഡിംഗ് ആണ് ബൈക്കാണ്? ജത്തിൻ എന്ന് പറഞ്ഞാൽ ഹി ആണ്, റിപ്ലേസ് ഹി ആണ് അല്ലെ. ഹി ഇസ് ആണോ ആറാണോ? ഹി ഇസ് റൈഡിംഗ്. നെക്സ്റ്റ്, പ്രേരണ ലൈക്ക് ആണോ ലൈക്സ് ആണോ? പ്രേരണ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാണ്? ഷീ ആണ്. ഷീ ആണ്, വേർബ് ആണ് വേണ്ടത്. വേർബിന്റെ കൂടെ എസ് വേണം. സോ ലൈക്സ് വേണം. എന്ത് വേണം? ലൈക്സ്. ഷീ ലൈക്സ് ടു സ്പെൻഡ് ടൈം ഇൻ ഷോപ്പിംഗ്. വി ആണ്, ഗോ ആണ്, ഗോസ് ആണോ? മക്കളെ വി എന്ന് പറഞ്ഞാൽ നോക്കിയാൽ പ്ലൂറിലാണ്. പ്ലൂറിന്റെ കൂടെ വേർബ് ഉപയോഗിക്കുമ്പോൾ എസ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഗോ ആണ്, ഗോസ് ആണോ? വി ഗോ എന്ന് മതി. ഇതല്ലേ തന്നെ നിങ്ങളുടെ കോമൺ സെൻസിൽ നിങ്ങൾക്ക് അറിയാം, റൂൾ ഇല്ലാണ്ട് വി ഗോ ടു ദ ക്ലാസ് ടുഗെദർ. അപ്പൊ രണ്ടും ഉപയോഗിക്കുക, റൂൾ ഉപയോഗിച്ചും ചെയ്യുക, കോമൺ സെൻസ് ഉപയോഗിക്കുക, രണ്ടും മാച്ച് ആവുന്നുണ്ടോ നോക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് വഴി. ദേ വാക്ക് ആണോ വോക്സ് ആണോ? ദേ വാക്ക്. They walk to the gym. I like ആണോ ലൈക്സ് ആണോ? ഐ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്, നമുക്ക് പ്ലൂറൽ ഐന് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പം ലൈക്ക് ആണോ ലൈക്സ് ആണോ? എസ് പാടില്ല. അപ്പം ഐ ലൈക്ക് ഡോഗ്സ്. ഐ ലൈക്സ് ഇല്ല, ഐ ലൈക്ക് ഡോഗ്. ഇറ്റാണ് താഴെയാണ് വരുന്നത്, ഇറ്റാണ് ഇവിടെയാണ് വരുന്നത്. മേക്ക് എസ് വേണം, സോ ഇറ്റ് മേക്സ് ഗുഡ് കോഫി. ദേ ആണെങ്കിൽ മേക്ക്, ഐ ആണെങ്കിൽ മേക്ക്, യു ആണെങ്കിൽ മേക്ക്, വി ആണെങ്കിൽ മേക്ക്. പക്ഷെ ഇറ്റ്, ഹി, ഷീ മേക്സ്. ഇത്രയുള്ള സംഭവം. അപ്പൊ ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ധാരാളം. ഇത്രയും മനസ്സിലാക്കിയാൽ ഇതിൽ കൂടുതൽ മനസ്സിലാക്കണ്ട. ഓക്കെ, പാസ്റ്റ് ടെൻസ് വരുമ്പോൾ അതും ശ്രദ്ധിക്കുക. ദേ ആണെങ്കിൽ ദേ വേർ പ്ലേയിങ്. ഇറ്റ്, ഹി ഓർ ഷീറ്റ് ആണ്. ദേ, ഹി ഓർ ഇറ്റ് അല്ലെ ഇറ്റ് വാസ് പ്ലേയിങ്. ഇസിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വാസ്. മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? അത്രയും റെഡിയാക്കാം. ഇനി നമുക്ക് ടെൻസസും കൂടി മനസ്സിലാക്കാം. ഈ ടെൻസസിലേക്ക് വരുമ്പോൾ കുറേ ടെൻസ് ഉണ്ട്. സിമ്പിൾ പ്രസന്റ് ഉണ്ട്, പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ട്, സിമ്പിൾ പാസ്റ്റ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ട്. അങ്ങനെ കുറേ ടെൻസ് ഉണ്ട്. എന്നാൽ ഇതൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നിങ്ങളുടെ പരീക്ഷയിൽ എപ്പോഴും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്ന മിക്ക ടെൻസുകളും നിങ്ങൾക്ക് ഏതാണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ടെൻസ് ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യം പോലും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ടെൻസ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാം. ഈ സിമ്പിൾ പാസ്റ്റും സാധാരണ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷൻ മനസ്സിലാക്കാം. സിമ്പിൾ പാസ്റ്റ് ആണ് ഐ പ്ലേഡ്. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഐ ഹാഡ് പ്ലേഡ്. അപ്പൊ ഈ പാസ്റ്റ് പെർഫെക്റ്റ് പി പി എന്ന് വിളിക്കാണ്. പി പി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഒരു ഹാഡും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ടെക്നിക്കലി മനസ്സിലാക്കേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെ ഉണ്ടാകും? ഹാഡിന്റെ കൂടെ വേർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുക, V3 ഫോം ഉപയോഗിക്കുക. എന്താ ഞാൻ പറഞ്ഞത്? സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് വേർബിന്റെ V2 ഫോം ഉപയോഗിക്കും, രണ്ടാമത്തെ ഫോം ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ പ്ലേ എന്ന് പറഞ്ഞ വേർബിന് 3 ഫോം ഉണ്ട്. V1, V2, V3. പ്ലേ ആണ് അവന്റെ ഫസ്റ്റ് ഫോം V1. പ്ലേഡ് എന്ന് പറഞ്ഞാലാണ് സെക്കൻഡ് ഫോം. മൂന്നാമത്തെ ഫോമും പ്ലേഡ് തന്നെയാണ്. അപ്പൊ നോക്കിക്കേ, സിമ്പിൾ പാസ്റ്റ് ഐ പ്ലേ ആണോ വരിക? അല്ല, V2 ആണ് വരേണ്ടത്. അപ്പം ഐ പ്ലേഡ്. ഓക്കെ, എന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഐ ഹാഡ് പ്ലേഡ്. ഓക്കെ, ഹാഡ് പ്ലസ് V3 ഫോം, ഹാഡും V3 ഫോം, ഐ ഹാഡ് പ്ലേഡ്. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് നോക്ക്, സിമ്പിൾ പാസ്റ്റ് ഐ വെന്റ്. അപ്പൊ ഇവിടെ V2 ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തിന്റെ V2 ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഗോയിന്റെ അല്ലെ. ഗോയിന്റെ പാസ്റ്റ് ടെൻസ് ആണ് V2 ഫോം ആണ് വെന്റ് അല്ലെ. ഐ ഗോ, ഐ വെന്റ്. മൂന്നാമത്തെ ഫോം എന്താണ്? V3 ഫോം ഗോൺ ആണ്. ഗോ, വെന്റ്, ഗോൺ. അപ്പൊ നോക്കിക്കേ, ഇവിടെ V2 ഫോം ഉപയോഗിച്ചു ഐ വെന്റ്. എന്നാൽ ഇവിടെ എന്ത് ചെയ്യണം? ഹാഡ് പ്ലസ് V3 ഫോം ഉപയോഗിക്കണം. ഐ ഹാഡ് പ്ലസ് ഗോൺ ഉപയോഗിക്കണം. ഐ ഹാഡ് ഗോൺ. അപ്പൊ ഈ ഹാഡ് വരുമ്പോൾ, പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ ഗോൺ ഉപയോഗിക്കണം. ഹാഡ് വരുമ്പോൾ മാത്രമല്ല, എപ്പോഴും ഈ V3 ഫോം എപ്പോഴൊക്കെ ഉപയോഗിക്കണം? ഹാഡിന്റെ കൂടെ ഉപയോഗിക്കണം, ആക്ച്വലി ഹാവിന്റെ കൂടെ ഉപയോഗിക്കണം. ഹാവ് ആണെങ്കിൽ ഗോൺ വരും. അതൊന്ന് ഓർത്ത് വെച്ചേക്കും. ഓക്കെ, അത് പാസ്റ്റ് പെർഫെക്റ്റ് അല്ല, അത് ആക്ച്വലി പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ടെക്നിക്കലി കുറെ അതിൽ കിടക്കേണ്ട ആവശ്യമില്ല, അതിന്റെ വലിയ ആവശ്യമില്ല. പക്ഷെ ഹാഡോ വേണമെങ്കിൽ മൂന്നാമത്തെ ഫോം ഉണ്ട്. അപ്പൊ ഹാവ് അല്ല ഹാഡ് ഗോൺ വരിക. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഐ ഫൊർഗോട്ട് എന്ന് പറഞ്ഞാൽ ആരുടെ V2 ഫോം ആണ്? ഫൊർഗെറ്റിന്റെ V2 ഫോം ആണ് ഫൊർഗോട്ട്. അതിന്റെ V3 ഫോം ആണ് ഫൊർഗോട്ടൻ. സോ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഐ ഹാഡ് പ്ലസ് V3, ഹാഡ് ഫൊർഗോട്ടൻ വരണം. മനസ്സിലാവുന്നുണ്ടോ? ശരി. ഓക്കെ, അപ്പൊ ഇതിന്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. സാർ ഈ V3 ഫോമുകൾ എല്ലാം എനിക്ക് അറിയില്ല. കുഴപ്പമില്ല, ഞാൻ ഇവിടെ ലിസ്റ്റിൽ കുറെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ബൈ ഹാർട്ട് പഠിക്കാനും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള നോക്ക്, ഇപ്പൊ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഏതാണ്? ഫൊർഗിവ്, ഫൊർഗിവൺ.
ഓക്കെ, ഗോ വെന്റ് ഗോൺ നമ്മൾ കണ്ടു. ഗിവ് ഗേവ് ഗിവൺ. കോമൺ ആയിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഡിഗിൻ്റെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഓക്കെ, കോമൺ ആയിട്ടില്ല. എന്താണ് ലീവ് ലെഫ്റ്റ്, മൂന്നാമത്തെ ലെഫ്റ്റ് തന്നെയാണ്. മിക്ക സമയത്തും എന്താണ് ഈ മൂന്നാമത്തെ V3 ഫോമും V2 ഫോമും സെയിം ആയിരിക്കും. ഓക്കെ, റൈസ് റോസ് റിസൺ, റൺ റാൻ റണ്ണാണ്, എക്സെപ്ഷൻ ഓർത്ത് വെച്ചോട്ടോ. മൂന്നാമത്തെ ഫോം റൺ ആണ്. സോ ഐ ഹാവ് റൺ, ഐ ഹാവ് റാൻ അല്ല, ഐ ഹാഡ് റൺ. ഓക്കെ, സ്പീക്ക് സ്പോക്ക് സ്പോക്കൺ, ഐ ഹാഡ് സ്പോക്കൺ അല്ല ഐ ഹാവ് സ്പോക്കൺ. ടീച്ച് ടോട്ട് ടോട്ട്, ഐ ഹാഡ് ടോട്ട് തന്നെ വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിൽ ജസ്റ്റ് ഗോ ത്രൂ ദിസ് മൂന്ന് ഫോം ഏതൊക്കെ മനസ്സിലാക്കി, അല്ലാണ്ട് ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, കോമൺ ആയാലും മാത്രം ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്, അല്ലാണ്ട് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ക്ലിയർ ആണല്ലോ. മാത്രമല്ല ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഇനി അറിയാണ്ട് നിങ്ങൾ ഐ ഹാഡ് ഫോർഗെറ്റ് എന്ന് അയച്ചാലോ ഇട്ടാലോ അല്ലെ ഫോർഗോട്ടെന്ന് ഇട്ടാലും മാർക്കൊന്നും കുറയ്ക്കാൻ പോകുന്നില്ല. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, റെഡി ആണല്ലോ മക്കളെ? ശരി, ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ എപ്പോഴാണ് ഈ പാസ് പെർഫെക്റ്റ് PP എപ്പോഴും ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. മൈ ഫ്രണ്ട്സ് ആർ സോ ഹാപ്പി ദാറ്റ് ദേ ഡാഷ് ദ പ്രൈം മിനിസ്റ്റർ യെസ്റ്റർഡേ. യെസ്റ്റർഡേൻ്റെ കാര്യം പറയുന്നത്, അപ്പോൾ പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. അപ്പോൾ സി വരുമോ? ഒരിക്കലും വരില്ല. സോ ആണ് വരുമോ? തീർച്ചയായും ഐ സോ ദ പ്രൈം മിനിസ്റ്റർ യെസ്റ്റർഡേ. ഹാവ് സീൻ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല, ഹാവ് സോ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ഓൾസോ ഹാവ് സോ വരുമോ? കാരണം സീൻ്റെ 3 ഫോം എന്നാ, V1 ഫോം, V2 ഫോം, V3 ഫോം. സി സോ സീൻ ആണ്. ഓക്കെ, അപ്പൊ ഹാവ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ സീനെ വരാൻ പാടുള്ളൂ. ഇത് എന്തായാലും തെറ്റാണ്. ഹാവ് സോ ഒരിക്കലും വരാൻ പാടില്ല. ഹാവ് സീൻ അല്ലെ ഹാഡ് സീൻ. ഇവിടെ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇന്നലത്തെ കാര്യമാണ്, ഇന്നലെ കഴിഞ്ഞ കാര്യമാണ്. സോ ഐ സോ എന്ന് പറയണം. ക്ലിയർ ആണല്ലോ? ശരി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ വൈൽ വി ഡാഷ് ടെന്നീസ്. വി ആർ പ്ലേയിങ് ടെന്നീസ് ആണോ? അല്ല, സ്റ്റാർട്ടഡ് ടു റെയിൻ ആണ്. പാസ്റ്റ് ടെൻസിലാണ് നടക്കുന്നത്. വി ആർ പ്ലേയിങ് ആണ്, വാസ് പ്ലേയിങ് ആണ്, വേർ പ്ലേയിങ് ആണ്, ഹാഡ് പ്ലേഡ്. എന്തായാലും ആർ പ്ലേയിങ് അല്ല, ഹാഡ് പ്ലേഡ് അല്ല. അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇത് ഹാഡ് പ്ലേഡ് ടെൻസ്. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ വൈൽ വി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഇപ്പൊ പ്ലേയിങ് വരണം, ഹാഡ് പ്ലേഡ് പോരാ. വാസ് പ്ലേയിങ് ആണോ ആർ പ്ലേയിങ് ആണോ? മക്കളെ വി ആണ്. ദേ, ഐ, വി, ദേ, യു. അതിനോട് എന്താ വരേണ്ടത്? ആറാണോ വരേണ്ടത്? ഇസ് ആണോ വരേണ്ടത്? ആറാണ് വരേണ്ടത്. ഓക്കെ, ഇസ് ആണോ വരേണ്ടത്? ഇസ് അല്ല വരേണ്ടത്. അപ്പൊ ഇസിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വാസ്. ഇപ്പോൾ വാസ് വരാൻ പാടില്ല. ആറിന്റെ പാസ്റ്റ് ടെൻസ് വേർ ആണ് വരേണ്ടത്. സോ വി വേർ പ്ലേയിങ് വരണം. ഇത്രേ ഉള്ളൂ അതിന്റെ ലോജിക്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഐ ഡാഷ് ദി അസൈൻമെന്റ് വെൽ ബിഫോർ ദ ടീച്ചർ സ്റ്റാർട്ടഡ് ടു ടീച്ച്. ചെക്ക് ദം. ടീച്ചർ ചെക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓൾറെഡി ടീച്ചർ സ്റ്റാർട്ടഡ് ടു ചെക്ക് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്. ഓൾറെഡി പാസ്റ്റിലാണ് ടീച്ചർ എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടീച്ചർ അതിൻ്റെ മുൻപാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ശരിയല്ലേ? അപ്പോൾ ഈ പാസ്റ്റിൻ്റെ മുൻപുള്ള ടെൻസിനെയാണ് നമ്മൾ PP അഥവാ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റിൻ്റെയും പാസ്റ്റുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ PP വേർഷൻ ഉപയോഗിക്കണം. സോ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഹാഡ് പ്ലസ് കംപ്ലീറ്റഡിൻ്റെ കംപ്ലീറ്റഡ് മൂന്നാമത്തെ ഫോമും കംപ്ലീറ്റഡ് ആണ്. V3 ഫോം എന്ന കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഹാഡ് കംപ്ലീറ്റഡ് ഉപയോഗിക്കും. സോ ഹാഡ് കംപ്ലീറ്റഡ് ഇസ് കറക്റ്റ് ആൻസർ. അപ്പോൾ എപ്പോഴാണ് ഈ PP ഉപയോഗിക്കേണ്ടത്? ഓൾറെഡി 2 പാസ്റ്റ് ഇവന്റ്സ് ഉണ്ട്, സ്റ്റാർട്ടഡും ഉണ്ട്, അതിൻ്റെ മുമ്പുള്ള അസൈൻമെന്റ്. അപ്പോൾ പാസ്റ്റിന്റെയും പാസ്റ്റുള്ള ഇവന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PP ഉപയോഗിക്കേണ്ടത്. PP എങ്ങനെ ഉപയോഗിക്കാം? ഹാഡ് പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ ഫോം. ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. വെൻ ഐ അറൈവ്ഡ് അറ്റ് ദ സിനിമ ദ ഫിലിം. ഞാൻ അറൈവ് ചെയ്തതിന്റെ മുൻപ് തന്നെ ഫിലിം തുടങ്ങി അല്ലെ? വെൻ ഐ അറൈവ്ഡ് ദ സിനിമ, ഫിലിം ഓൾറെഡി സ്റ്റാർട്ടഡ് എന്നായിരിക്കും. അപ്പം വെൻ ഐ അറൈവ്ഡ് അതിന്റെ മുൻപ് സംഭവിച്ച കാര്യമാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? PP ഉപയോഗിക്കണം. ഹാഡ് ആദ്യം എഴുതി, PP ആണ് ആദ്യം ഹാഡ് എഴുതി വെക്കുക. പിന്നെ സ്റ്റാർട്ടിന്റെ മൂന്നാമത്തെ ഫോം എന്താണ്? സ്റ്റാർട്ടഡ് തന്നെ. സോ ഹാഡ് സ്റ്റാർട്ടഡ്. ഇനി സംശയം ഇല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതി വെച്ചോ. ഇനി സ്റ്റാർട്ടഡിന് മൂന്നാമത്തെ ഫോം വേറെ എന്തോ ആണോ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഏതിലും എഴുതി വെച്ചു, മാർക്ക് കിട്ടിക്കോളും. എന്തിനും എഴുതി വെക്കണം കേട്ടോ. ഹാഡ് വരണം അവിടെ. ഷീ ഡാഷ് ഇൻ ചൈന ബിഫോർ ഷീ വെന്റ് ടു തായ്ലൻഡ്. തായ്ലൻഡിന് മുൻപ്. വെന്റ് ടു തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഓൾറെഡി പാസ്റ്റ് ആണ്. ഷീ വെന്റ് ടു തായ്ലൻഡ് അതിന്റെ മുൻപാണ് പറയുന്നത് അല്ലേ? ഷീ ലിവ്ഡ് ഇൻ ചൈന ബിഫോർ ഷീ വെന്റ് ടു തായ്ലൻഡ്. തായ്ലൻഡിന് മുൻപ് ഷീ ലിവ്ഡ് ഇൻ ചൈന. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കണം? PP ഉപയോഗിക്കണം. ഷീ ലിവ്ഡ് എന്ന് പറഞ്ഞാൽ പറയും ഷീ ഹാഡ് ലിവ്ഡ് ഇൻ ചൈന. ഷീ ഹാഡ് ലിവ്ഡ് ഇൻ ചൈന ബിഫോർ ഷീ വെന്റ് ടു തായ്ലൻഡ്. തായ്ലൻഡിന് മുൻപ് ഷീ ഹാഡ് ലിവ്ഡ്. പാസ്റ്റ് ടെൻസ് പാസ്റ്റ് PP. ആഫ്റ്റർ ദേ ഡാഷ് ഈറ്റ് ദ ഷെൽഫിഷ് ദേ ബിഗാൻ ടു ഫീൽ സിക്ക്. ദേ ബിഗാൻ ടു ഫീൽ സിക്ക് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. ബിഗിന്റെ പാസ്റ്റ് ആണ്. സോ ആഫ്റ്റർ ദേ എന്തോ ചാദം ചെയ്തതിന് ശേഷമാണ് ഈ ബിഗാൻ നടന്നത്. അപ്പം ഇതെന്താണ്? PP ആണ് വരുന്നത് അല്ലെ? പാസ്റ്റിന്റെയും പാസ്റ്റിലാണ്. അപ്പൊ എന്താണ്? ആഫ്റ്റർ ദേ ഹാഡ്. ഈറ്റിന്റെ മൂന്നാമത്തെ ഫോം എന്താണ്? ഈറ്റൻ ആണ് കേട്ടോ. ഓക്കെ, ഈറ്റൻ. ഇനിയിപ്പോ ഈറ്റിന്റെ 3 ഫോം എന്താണ്? ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. ഓക്കെ, അതിനിപ്പോ തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഹാഡ് വന്നാൽ മതി, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് യു ഡാഷ് ലിസൺ ടു മീ യു വുഡ് ഹാവ് ഗോട്ട് ദ ജോബ്. അപ്പൊ ബേസിക്കലി വീണ്ടും എന്താണ്? ഞാൻ പറയുന്നത് നീ കേട്ടിരുന്നെങ്കിൽ, പാസ്റ്റിന്റെ ആരല്ലേ ജോബ് കിട്ടിയിരുന്നേനെ
പക്ഷെ അന്ന് കേട്ടിരുന്നെങ്കിൽ. അപ്പൊ പാസ്റ്റിന് വീണ്ടും PP ഉപയോഗിക്കുക, ഹാഡ് ലിസൺഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇപ്പൊ ഈ ഒരു സന്ദർഭങ്ങളിലൊക്കെയാണ് നിങ്ങൾ PP ഉപയോഗിക്കേണ്ടത്. ആ PP ഉപയോഗിക്കാൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. കാരണം എപ്പോഴും നിങ്ങൾ ബാക്കിയുള്ള ടെൻസ് ഒന്നും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, സിമ്പിളേ വരുള്ളൂ. പക്ഷേ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുമ്പോഴാണ് മിക്ക കുട്ടികൾക്കും പ്രശ്നം വരാമെന്ന്. അത് എന്ത് ചെയ്യും, ഈ എഡിറ്റ് പാസേജ് അല്ലെ എഡിറ്റിംഗിൽ സെറ്റ് ചെയ്യുന്ന ആൾക്കാരെന്താണ് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യും, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ട്രൈ ചെയ്യും. എപ്പോഴും ട്രൈ ഇല്ല, പക്ഷെ ട്രൈ ചെയ്യുമ്പോൾ അതേ ട്രൈ ഉള്ളൂ, അല്ലാണ്ട് സിമ്പിൾ സാധാരണ ടെൻസ് വെച്ചിരുന്ന് ട്രൈ ചെയ്യാറില്ല. അതാണ് സംഭവം. വെൻ ഐ റീച്ച് ദ ഹൗസ് I dash that, find that, അല്ലെ found that the thieves dash run out the house. ഇപ്പൊ ഇതിൽ ഇപ്പൊ രണ്ടും പാസ്റ്റിലാണ്. വെൻ ഐ റീച്ച് എന്ന് പറയുന്നത്, അപ്പൊ ഇത് രണ്ടും പാസ്റ്റിലാണ്. ഐ ഫൈൻഡ് ചെയ്യുന്നതും തീവ്സ് റൺ ചെയ്യുന്നതും. അപ്പൊ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും, ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും ഐ ഫൗണ്ട് ദാറ്റ്, പാസ്റ്റ് ടെൻസിലാണ്, ഐ ഫൗണ്ട് ദാറ്റ് തീവ്സ് ഓൾറെഡി ഓടിപ്പോയിരുന്നു. സോ ഓൾറെഡി പാസ്റ്റിന്റെ പാസ്റ്റിലാണ്. ഫൗണ്ട് തന്നെ ഓൾറെഡി പാസ്റ്റ് ആണ്. അതിന്റെയും പാസ്റ്റ് എന്ന് പറഞ്ഞാൽ PP ഉപയോഗിക്കണം. ഹാഡ് പ്ലസ് വേർബിന്റെ മൂന്നാമത്തെ ഫോം റൺ തന്നെയാണ്. റണ്ണിന്റെ മൂന്നാമത്തെ ഫോം റൺ തന്നെയാണ്. റണ്ണ്. അപ്പൊ ഹാഡ് റണ്ണ് തന്നെ വരണം. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് PP ഉപയോഗിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ, ടെൻസസും കൂടി നമ്മൾ മനസ്സിലാക്കി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത്ര മതി, ധാരാളമാണ്. ഓക്കെ, ഇതിൽ കൂടുതൽ വെറുതെ നമ്മൾ കാട് കടന്ന് കുറേ ഗ്രാമർ പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പരീക്ഷയ്ക്ക് ഒരു ഗുണം ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണേൽ പഠിക്കാം, പക്ഷെ അത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി പ്രാക്ടീസ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കും, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്ത് ABCD അല്ലെങ്കിൽ C എന്ന് പറഞ്ഞ ഓപ്ഷൻസിന്റെ ആൻസർ നിങ്ങളുടെ വേർഷൻ നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ലോജിക്കുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആൻസർ വെച്ച് നോക്കുക. എന്നിട്ട് കറക്റ്റാണ് നല്ല കാര്യം, കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ പഠിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. വാങ്ക ഇസ് എ അൺഹാപ്പി ഓർഫൻ ഹു ഹാവ് ആണോ ഹാസ് ആണോ വരിക? മക്കളെ പറയാം, ഇതെന്താ ഉപയോഗിക്കുക? അപ്പൊ ഇവിടെ ഞാൻ ഒരു ചെറിയ തിയറി ഞാൻ മിസ് ചെയ്തത്, ഇപ്പൊ തന്നെ പറഞ്ഞില്ല. I we they you, ഇതിന്റെ കൂടെ ഒക്കെ എന്താണ് വരിക? ഇസ് ആണ്. മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു. സോറി, ആറാണെന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു. അതിനോടൊപ്പം പഠിച്ചു വെച്ചോ, ഹാവ് ആണ് വരിക. I have, we have, they have, you have. എന്നാൽ he, she, it ആണെങ്കിൽ ഹാസ് ആണ് വരിക. അപ്പൊ പറ, വാങ്ക ഇസ് എ അൺഹാപ്പി ഓർഫൻ. ഇതാരാണ് വാങ്ക? ഹി ആണ്. ഹി ആണ് എന്താ വരുന്നത്? ഒന്നും ആലോചിക്കാൻ ഹാസ് ആണ് വരിക. അപ്പം ഹാവിന് പകരം എന്ത് വരണം? അവിടെ എന് പകരം നിങ്ങൾക്ക് ഹാസ് വരണം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ ഇസും വരും, ആസും. ഇസും വരും, ഇതും വരും, വാസും വരും. വാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പാസ്റ്റ് ടെൻസ്. ഹാവിന്റെ കൂടെ ആറ് വരും, വേറെ വരും. ഓക്കെ, ആകെ ശ്രദ്ധിക്കേണ്ട ഐന്റെ കൂടെ മാത്രം I am എന്നാ വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. I am ഉം I was എന്ന് വരും. അപ്പൊ അതൊരു എക്സെപ്ഷൻ ആണ്. അത് പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങൾ റൂൾ ആയിട്ട് പഠിക്കേണ്ട ആവശ്യം. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാം അങ്ങനെ റൂൾ ആയിട്ട് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Have been apprenticed to the shoemaker like in Moscow on Christmas Eve, where his master was and other at church. On Christmas Eve, when his master was എന്നല്ല വരേണ്ടത്. on Christmas Eve, ആ സമയത്തിന്റെ കാര്യമാണ്. on Christmas Eve, when his master was, ആ സമയത്ത് മാസ്റ്റർ അവിടെ ആയിരുന്നു. അപ്പം എന്താണ് വരേണ്ടത്? ഒന്നും ആലോചിക്കേണ്ടത്, നിങ്ങളുടെ വായിൽ തന്നെ അതുണ്ട്. when his master was. Okay, see. Was and others at the church. Vanka sits down to writing a letter to his grandfather. ആണോ? ടുവിന്റെ കൂടെ എപ്പോഴും എന്താണ്? ടു റൈറ്റ്, ടു പ്ലേ എന്നേ വരുള്ളൂ. അല്ലാണ്ട് ടു റൈറ്റിംഗ് എന്ന് വരില്ല. ടു റൈറ്റ് എന്ന് മാത്രം മതി അല്ലേ? എപ്പോഴും നമ്മൾ ടു പ്ലസ് പ്ലേ അല്ലെങ്കിൽ റൈറ്റ് അല്ലെങ്കിൽ വാക്ക്. ഓക്കെ, I was going to walk, I was going to write, I was going to play. Okay, he loves to play and he loves to playing എന്ന് പറയില്ല, he loves to writing എന്നും പറയില്ല. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോ, കാരണം എപ്പോഴും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ടു റൈറ്റ്, ടു റൈറ്റിംഗ് വേണ്ട. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു, അടുത്ത ക്വസ്റ്റ്യൻ പോകാം. December 21, 2019, I am so excited. അപ്പൊ ആ ഒരു ദിവസം I am so excited. ടുഡേ I am excited എന്ന് പറയാം. അന്ന് I was excited. Okay, I was excited. I could met the doctor for the second time. I could meet the doctor. I could meet അല്ലേ? I could do that. I could do that. അപ്പൊ I could meet മതി, met വേണ്ട. ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങളതിന്റെ തിയറി ഞാൻ പറഞ്ഞുതരാം മക്കളെ. I will, would, should, shall ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ വേർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ I will പ്ലേ മതി. I will played വേണ്ട. അല്ല I would play, I should play, I shall play മതി. വേർബിന്റെ പ്ലേഡ് വേണ്ട. I should played, no. ഓക്കെ, പ്ലേ, I will walk, I would walk, I should walk, I walk. ഫസ്റ്റ് ഫോം walked വേണ്ട. ഓക്കെ, I will see, I will saw വേണ്ട.
ഓക്കെ, മനസ്സിലായില്ല? അപ്പോൾ വേർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കണം. അപ്പോൾ ഐ വുഡ് അല്ല ഐ കുഡ്, കുഡിന്റെ ഒക്കെ സെയിം, ഐ ക്യാൻ, കുഡ് എല്ലാം ഞാൻ പറഞ്ഞു വരുന്ന സമയം കളയുന്നില്ല. ഓക്കെ, മേ, മൈറ്റ് എല്ലാത്തിൻ്റെ കൂടെ വേർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഐ ക്യാൻ അല്ല ഐ ക്യാൻ പ്ലേ, ഐ കുഡ് പ്ലേ, ഐ മേ പ്ലേ, വാക്ക് മതി. അല്ലാണ്ട് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ട, വാക്ക്ഡ് വേണ്ട. ഓക്കെ, അപ്പൊ അത് മെറ്റ് ഇവിടെ ഒരിക്കലും വരാൻ പാടില്ല, മീറ്റ് മതി. വേർബിന്റെ ഫസ്റ്റ് ഫോം എന്താണ്? മീറ്റ് ആണ്. ദ ഡോക്ടർ ഫോർ ദ സെക്കൻഡ് ടൈം, സ്റ്റിൽ ഐ റിമെമ്പേഴ്സ് ദാറ്റ് ടൈം. ഐ റിമെമ്പേഴ്സ് ആണോ റിമെമ്പർ ആണോ? ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐ വി ദേനൊക്കെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. അപ്പൊ വേർബിന്റെ കൂടെ എന്ത് വേണ്ട? എസ് വേണ്ട, ഐ റിമെമ്പർ മതി. ഹീയോ ഷിയോ ഇറ്റോ ആണെങ്കിൽ റിമെമ്പേഴ്സ്, ഹി റിമെമ്പേഴ്സ്, ഷീ റിമെമ്പേഴ്സ്, ഇറ്റ് റിമെമ്പേഴ്സ്. പക്ഷെ ഐ റിമെമ്പർ. ഓക്കെ, അതാണ് നമ്മൾ പഠിച്ച റൂളാണ്. ദെൻ ഐ വാസ് ഓൺലി 17 and the doctor whom was practicing. Then I was only 17 and the doctor who was practicing. അതിലൊരു സെന്റൻസിൽ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തായാലും ഹൂം വരില്ല, ഹൂവേ വരുള്ളൂ കേട്ടോ. ഓക്കെ, സെന്റൻസിൽ എന്തോ ഒരു സ്ട്രക്ചറലി എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ നിങ്ങളുടെ പരീക്ഷയിൽ അങ്ങനെ സ്ട്രക്ചറലി പ്രശ്നമുള്ള സെന്റൻസ് വരില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഹൂമിന്റെ ഒരു ആവശ്യമില്ല. ഓക്കെ, ഹൂ വാസ് പ്രാക്ടീസിങ്. ദ ഡോക്ടർ ഹൂ വാസ് പ്രാക്ടീസിങ് വാസ് ദ പേഴ്സൺ whom I met. The doctor who was practicing. The doctor who was practicing sings well. And the doctor whom was practicing വേണ്ട. ഓക്കെ, അങ്ങനെ പറയണേ തന്നെ കേട്ടോ. അപ്പൊ അവസാന സെന്റൻസ് ഒരു സുഖമില്ല, പക്ഷെ നോക്കണ്ട, നിങ്ങളത് ഗ്രാമർ കറക്റ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബുക്ക് ദാറ്റ് സേവ് ദി എർത്ത് ഈസ് എ പ്ലേ ഹൂ ടെൽസ് അബൌട്ട്. പ്ലേനെ പറ്റിയിട്ടാ പറയുന്നത്. അപ്പൊ ഹൂ വേണോ? വേണ്ട, ഒന്നും ആലോചിക്കണ്ട. വിച്ച് ടെൽസ് about a Martian invasion that takes place in the 20th century. Okay, അപ്പം the book that saved the earth is a play എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. അതുകൊണ്ട് ഇവിടെ ദാറ്റ് ആണോ വിച്ച് ആണോ വേണ്ടത്? ഇത് ആക്ച്വലി കംപ്ലീറ്റ് സെന്റൻസ് ആണ്. അപ്പൊ ഈ എക്സ്ട്രാ എന്ന് പറഞ്ഞ ഇത് കാര്യം എന്താണ്? ഇത് എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. വിച്ച് ടെൽസ് അബൌട്ട് എ മാർഷ്യൻ ടേക്സ് പ്ലേസ് ഇൻ ദ 20th century. ഓക്കെ, അപ്പൊ ഇത് ഈ കാര്യം എന്താണ്? ഇത് എക്സ്ട്രാ ഇൻഫർമേഷൻ ആയതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വിച്ച് തന്നെ ഉപയോഗിക്കാം. ദാറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ദാറ്റ് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദ ബുക്ക് ദാറ്റ് സേവ് ദി എർത്ത് ഇസ് എ പ്ലേ വിച്ച് ടെൽസ് അബൌട്ട് എ മാർഷ്യൻ ഇൻവേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ 20th century. 20th century is described as the era for books ആണോ ഓഫ് ബുക്സ് ആണോ വരിക? ഓഫ് ബുക്സ് ആണ് വരിക. സിമ്പിൾ കോമൺ സെൻസ്. ഓക്കെ, ഓഫ് ബുക്ക്, ബുക്സിന്റെ. തിങ്ക് ടാങ്ക് ആൻഡ് ഹിസ് ടീം is confident enough to invade the earth. They believes that earthlings are inferior. They believe so. They, we, I, we, they, you. Verb-ന്റെ കൂടെ s വേണ്ട, നിങ്ങൾക്ക് അറിയാലോ. സോ ദേ ബിലീവ്സ് വേണോ? ബിലീവ് എന്ന് മതിയോ? ദേ ബിലീവ് മതി. ഹി ഷീറ്റ് ആണ്, ബിലീവ്സ് ആണ്. ഹി ബിലീവ്സ്, ഷീ ബിലീവ്സ്, ഇറ്റ് ബിലീവ്സ്. ദേ ആണെങ്കിൽ ബിലീവ് മതി. ദേ ബിലീവ് ദാറ്റ് earthlings are inferior creatures. They are try their level best to conquer the earth but fail. They are try. They are ട്രൈ ആണോ ട്രൈയിങ് ആണോ? ദേ ആർ ട്രൈ. അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ട്രൈ. നിങ്ങൾക്ക് ഇവിടെ ആറ് മാറ്റാനുള്ളൊരു സ്കോപ്പ് ഇല്ല, അണ്ടർലൈൻ ഇത് മാത്രമേ ഉള്ളൂ. സോ ദേ ആർ ട്രൈങ് എന്ന് പറയണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണേൽ ആറിനെ ഒഴിവാക്കി ദേ ട്രൈ ദേവർ ലെവൽ ബെസ്റ്റ് എന്ന് പറയുന്നതിന് തെറ്റില്ല. ഓക്കെ, അല്ലെ ദേ ട്രൈഡ് എന്ന് പറയുന്നതിലും വലിയ തെറ്റില്ല. പക്ഷേ മൊത്തം സെന്റൻസ് പ്രസന്റിലായതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. സോ ദേ ആർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, സിമ്പിൾ. അപ്പൊ മിക്കതും നിങ്ങൾക്ക് കോമൺ സെൻസും നമ്മൾ പറഞ്ഞ ലോജിക് വെച്ച് ചെയ്യാൻ പറ്റും. മിക്കതും നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ ലോജിക് വെച്ച് ചെയ്യാൻ പറ്റും, നമ്മൾ പറഞ്ഞ റൂൾസ് വെച്ച് ചെയ്യാൻ പറ്റും. ചിലത് നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങളുടെ കോമൺ സെൻസും കൂടി ഉപയോഗിക്കേണ്ടി വരും. ക്ലിയർ ആണല്ലോ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഐ സ്റ്റാർട്ട് ലീവിംഗ് ഇൻ പീസസ് ഓഫ് കേക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഹി ഗ്രോ ബോൾഡർ ആൻഡ് ഫൈനലി ബിക്കെയിം ഇന്നഫ്. അപ്പം മൊത്തം സെന്റൻസ് പാസ്റ്റിലാണ്, മനസ്സിലായി? ഓക്കെ, ഇത് പാസ്റ്റിലാണ് പറയാം. അപ്പം ഐ സ്റ്റാർട്ടിന് വരെ എന്ത് വേണം? തീർച്ചയായിട്ടും സ്റ്റാർട്ടഡ് വരണം. വെൻ ഐ സ്റ്റാർട്ടഡ് ലീവിംഗ് ഇൻ പീസസ് ഓഫ് കേക്ക്. ഹി ഗ്രോയിന് വരെ എന്ത് വേണം? പാസ്റ്റ് ടെൻസിലാണ് മൊത്തം. ഗ്രൂ. Grew. He grew bolder and finally became enough to take. ഇവിടെ ക്ലോസ് ഉണ്ടാവണം അല്ലേ? ഫൈനലി became close enough. വിത്ത് ടേക്ക് ആണോ ടു ടേക്ക് ആണോ വരിക മക്കളെ? വളരെ സിമ്പിൾ ആണ് അല്ലേ? ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ അല്ലേ? ക്ലോസ് ഇനഫ് ടു ടേക്ക് ഫുഡ്. ഫോർ മൈ ഹാൻഡ്സ് ആണോ ഫ്രം മൈ ഹാൻഡ്സ് ആണോ? എൻ്റെ കയ്യിൽ നിന്നല്ലേ? അപ്പം ഫ്രം മൈ ഹാൻഡ്സ്. സിമ്പിൾ, വലിയ ബുദ്ധിമുട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി മൈ സെൽഫ് ആൻഡ് ഇസ് വണ്ടറിംഗ് ആണോ വാസ് വണ്ടറിംഗ് ആണോ? ഐ വാസ് വണ്ടറിംഗ്. പാസ്റ്റ് ടെൻസ് ആണ്. ഡ്രൗസി അല്ലെ? I was feeling. So I was feeling, I was wondering if I should went ആണോ മക്കളെ? എപ്പോഴും ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഷുഡ്, വില്ല്, കുഡ്, ഷാലിന്റെ കൂടെ ഒക്കെ നിങ്ങൾ വേർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കാൻ പാടുള്ളൂ. സോ ഐ ഷുഡ്, വെന്റ് വേണ്ട. വെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഫോമാണ്. ആരുടെ? ഗോയിന്റെ ഫസ്റ്റ് ഫോം ഗോ ആണ്. ഗോ പിന്നെ വെന്റ്.
സോ ഐ ഷുഡ് ഗോ മതി. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഷാല്, വില്ല്, കുഡ്, മൈറ്റിൻ്റെ ഒക്കെ കൂടെ നിങ്ങൾ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? നിങ്ങൾ വേർബിന്റെ ഫസ്റ്റ് ഫോം. ഐ ഷുഡ് ഗോ ടു ദി പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ്. ഫോർ എ സ്വിം ആണ്, ടു എ സ്വിം ആണ്. ടു സ്വിം എന്ന് പറയാം, പക്ഷെ ടു എയും കൂടി വരുമ്പോൾ നിങ്ങൾ ടു എ സ്വിം എന്ന് പറയില്ല, നിങ്ങൾ ഫോർ എ സ്വിം എന്ന് പറയും കേട്ടോ. ഫോർ എ സ്വിം. ടു സ്വിം എന്ന് പറയാം, പക്ഷെ ഫോർ എന്നും കൂടി വരുമ്പോൾ ഫോർ എ സ്വിം. വെൻ ഐ സോ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര glide out of a clump of cactus and making for some cooler part of region. അപ്പം when I saw a black cobra gliding ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്ലൈഡ് എന്നല്ല, ഗ്ലൈഡിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും ഗ്ലൈഡിങ് എന്ന് പറയും. ഗ്ലൈഡിങ് ഔട്ട് ഓഫ് എ clump of cactus. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞ സിമ്പിൾ റൂൾ വെച്ചിട്ട് നമ്മൾ നേരെ എടുത്ത് ഉപയോഗിക്കുകയാണ്. ഓക്കെ, ഇസ് നമ്മളൊക്കെ പറഞ്ഞ സിമ്പിൾ റൂളാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഐ ഹാഡ് ഓൾസോ മെയ്ഡ് എ കോഷ്യസ് ഡിസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറങ്ങുകയാണ്. ഫോർ ദ ട്രീ ആണോ ഫ്രം ദ ട്രീ ആണ്? ട്രീയിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ് അല്ലേ. സോ ഫ്രം ദ ട്രീ. കുറച്ച് നിങ്ങൾ ചിന്തിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ കേട്ടോ. ഫ്രം ദ ട്രീ ആൻഡ് റിട്ടേൺ ടു ദി ഹൗസ്. ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ വിത്ത് ദ ഫൈറ്റ്, അല്ല അബൌട്ട് ദി ഫൈറ്റ് അല്ലേ. ഫൈറ്റിനെ പറ്റി അബൌട്ട് ദി ഫൈറ്റ് അല്ലെ ഓഫ് ദി ഫൈറ്റ് എന്ന് പറയാം. അബൌട്ട് അല്ലെ ഓഫ് ദി ഫൈറ്റ്. ഓഫ് ദി ഫൈറ്റ് ഐ ഹാവ് സീൻ. ഐ ടോൾഡ് ഓൾറെഡി പാസ്റ്റ് ആണ്. അതിന്റെ മുൻപ് നടന്ന കാര്യമാണ് ഈ കാണൽ. മക്കളെ, പറയുന്നതിന് മുൻപ് നടന്നാണ് ഈ സീ എന്ന് പറഞ്ഞ കാര്യം. അല്ലേ, ഫൈറ്റ് കണ്ടതിന് ശേഷമാണല്ലോ ഒന്ന് പറയുന്നത്. ടോൾഡ് പാസ്റ്റിന്റെ പാസ്റ്റ് ടെൻസ് PP ഉപയോഗിക്കണം. ഹാഡ് പ്ലസ് സീന്റെ മൂന്നാമത്തെ ഫോം സീൻ ആണ്. സോ ഐ ഹാഡ് സീൻ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. PP ഉപയോഗിക്കാൻ പറ്റിയ സാഹചര്യമാണ്. കാരണം രണ്ട് പാസ്റ്റ് ടെൻസ്. ഐ ടോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റ് ടെൻസ് ആണ്. ടെൽ എന്നല്ലല്ലോ പറഞ്ഞത്, ടോൾഡ്. അതിന്റെ പാസ്റ്റ്, അതിന്റെ മുമ്പ് നടന്നാണ് കാണുന്നത്. ഓക്കെ, ഐ ടോൾഡ് ദി ഗ്രാൻഡ് ഫാദർ ഓഫ് ദി ഫൈറ്റ് അല്ലെ അബൌട്ട് ദി ഫൈറ്റ് ഐ ഹാഡ് സീൻ. ഹി വാസ് പ്ലീസ്ഡ് അറ്റ് ദി മംഗൂസ് അല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അപ്പൊ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ആക്ച്വലി എന്താണ് നിങ്ങളുടെ എഡിറ്റ് പാസേജിന്റെ ഒരു വലിയ ഭാഗമാണ്. പരീക്ഷയിലൊക്കെ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, റെഡി ആണല്ലോ? അബൌട്ട് ദി മോങ്കൂസ്. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾക്ക് ഞാൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയി തന്നിട്ടുണ്ട്. അതിന്റെ ആൻസേഴ്സും ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. ആ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്യുക. എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കഴിഞ്ഞിരുന്ന ലൈവ് ക്ലാസ്സിലൊക്കെ വന്ന് നമ്മൾ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. അത്രയും കൂടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എഡിറ്റിംഗിൽ നിന്ന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ആയിരിക്കും കിട്ടാം. ഓക്കെ, അപ്പൊ ആവശ്യമായ തിയറി ഞാൻ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ, എന്നാൽ ഓവർ സമയം എടുക്കാത്ത രീതിയിൽ, സമയം വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ ഇപ്പൊ നോക്കി, ഈ പ്രപ്പോസിഷൻ റിലേറ്റീവ് ക്ലോസ് സിമ്പിൾ ആയിട്ട് തോന്നില്ല, വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അപ്പൊ അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ പഠിച്ചത് അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് ഇത്രയും ധാരാളമാണ്. ഇനി നമുക്ക് ലൈവ് ക്ലാസ്സിൽ, ഇന്ന് വൈകുന്നേരത്തെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ദ പാസേജ്, ആ ലൈവ് ക്ലാസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ദ പാസേജ് അഥവാ എഡിറ്റിംഗ് നിന്ന് നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും ഉത്തരം പറയാൻ പറ്റും. ഓക്കെ, ആ രീതിയിലായിരിക്കും നിങ്ങളുടെ ലെവൽ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ യൂസ്ഫുൾ ആണെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നെ അറിയിക്കുക. ഓൾസോ വീഡിയോ ലൈക്ക് ഒക്കെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓൾസോ ഒരു കാര്യം പോലെ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ PDF ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാൻ അവസാനം കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്, അതും കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അതും കൂടി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ എഡിറ്റിംഗിൽ നിങ്ങൾ മാസ്റ്റേഴ്സായി. ബൈ ബൈ, ടേക്ക് കെയർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.